That's a main highlight. I took this vehicle because of that. ഈ 5 പേരിരുന്ന് യാത്ര അതെ 5 പേര് ഇരുന്ന് യാത്ര ചെയ്യുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. നമുക്ക് ഹ്യുണ്ടായി മനസ്സിലാക്കി തരുന്നത് ഈ ഒരു ബഡ്ജറ്റിൽ ഇത്രയും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. ഈ ഒരു ബഡ്ജറ്റിൽ വാഹനം തരുമ്പോൾ അവർ എന്തെങ്കിലും ഒക്കെ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടാവണമല്ലോ. സോ ഞാൻ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് സംടൈംസ് റിയറിലുണ്ട്, പക്ഷേ എന്തുകൊണ്ട് ഫ്രണ്ടിലാണ് അത് ഇമ്പോർട്ടൻ്റ്ലി വേണ്ടത്. Because the driver should be the most comfortable person in the vehicle. എൻ്റെ ഏജിലുള്ളവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റും. ഹോണ്ടയുടെ ഏറ്റവും വലിയ കോൺസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നെഗറ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. നമ്മൾ ഇപ്പം ഫോർ എക്സാമ്പിൾ മൂന്നാർ അല്ലെങ്കിൽ കുമളി അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് ഹില്ല് ക്ലൈംബ് ചെയ്യുമ്പോൾ മാത്രമാണത്. സസ്പെൻഷൻ സോഫ്റ്റ് അല്ല, സസ്പെൻഷൻ ഹാർഡാണെന്ന് ചോദിച്ചാൽ ഞാൻ അത് പറയില്ല, ഹാർഡാണെന്നും പറയില്ല. ഒരു ഫൈൻലി ട്യൂൺഡ് സസ്പെൻഷൻ. ഫീച്ചേഴ്സ്, ബോഡി ടൈപ്പ്, പ്രൈസ്, ആഹാ അന്തസ്, ഇത് മൂന്നും ചേർന്ന് വരുന്ന ഒരു വാഹനത്തിൻ്റെ കൂടെയാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. ഈ വർഷം കൊറിയൻ വാഹന നിർമ്മാതാക്കളായ ഹ്യുണ്ടായി ഇന്ത്യൻ വാഹന മാർക്കറ്റിൽ അവതരിപ്പിച്ച മൈക്രോ SUV കാറ്റഗറിയിൽ കണക്ക് കൂട്ടാൻ പറ്റുന്നതായ ഒരു വാഹനത്തിൻ്റെ കൂടെയാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്, ഹ്യുണ്ടായി എക്സ്റ്റർ. അപ്പോൾ ഹ്യുണ്ടായി എക്സ്റ്ററിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഫീച്ചേഴ്സ്, ബോഡി ടൈപ്പ്, പ്രൈസ്, ഇത് മൂന്നും കൂടെ ഒത്തുചേർന്ന് വന്നിരിക്കുന്ന ഒരു വാഹനമാണ് ഹ്യുണ്ടായി എക്സ്റ്റർ എന്ന് പറയുന്നത്. കാരണം ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഫീച്ചേഴ്സ് എന്നുള്ളത് ഒരു മുഖ്യ ഘടകമാണ്. അപ്പം ഫീച്ചേഴ്സ് ധാരാളം വേണം. അതുപോലെ ബോഡി ടൈപ്പ് അവർ നോക്കും. ഏതാനും വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും SUV ടൈപ്പ് വാഹനങ്ങളാണ്. ഇന്ത്യൻ റോഡ്സിനോട് ചേരുന്ന വാഹനം ബോഡി ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പം അതും യോജിക്കണം. അതുപോലെ തന്നെ പ്രൈസ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രൈസിൽ നിൽക്കണം. ഇതെല്ലാം കൂടെ കൂടി ചേർന്ന് വരുന്ന വാഹനങ്ങൾ വളരെ വിരളമാണ് എന്ന് പറയും. വിരളമാണെന്നല്ല, ഇല്ലെന്ന് തന്നെ വേണേൽ പറയാം. പക്ഷേ ഇതെല്ലാം കൂടെ സംയോജിച്ച് വന്നിരിക്കുന്ന ഒരു വാഹനമാണ് ഹ്യുണ്ടായി എക്സ്റ്റർ എന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 6 lakhs-നാണ്. 6 lakh rupees-ന് ഒരു മൈക്രോ SUV കൊടുക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അത് മാത്രമല്ല, സേഫ്റ്റിയുടെ കാര്യത്തിൽ അവർ വളരെയേറെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം 6 എയർ ബാഗ്സ് തന്നെ സ്റ്റാൻഡേർഡായിട്ട് ബേസ് മോഡൽ മുതൽ തന്നെ 6 എയർ ബാഗ്സ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു വാഹനമാണ് ഹ്യുണ്ടായി എക്സ്റ്റർ. അപ്പം അതൊക്കെ ഇന്ത്യൻ വാഹന വിപണിയിൽ വളരെ ശ്രദ്ധ നേടാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഇതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസിലേക്കാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അതായത് ഹ്യുണ്ടായി എക്സ്റ്ററിൻ്റെ ഫസ്റ്റ് ബാച്ചിൽ തന്നെ കിട്ടിയിട്ടുള്ളൊരു വാഹനമാണ്. ഇത് ടോപ്പ് വേരിയൻ്റ് ആണ് കിടക്കുന്നത്. ഇതിൻ്റെ മുകളിലൊരു വേരിയൻ്റ് കൂടെ ഉണ്ട്, അതിന് ഡ്യുവൽ ടോൺ ആണ് വന്നിരിക്കുന്നത്. അത് മാത്രമാണ് അതിൽ ഉള്ള ഒരു വ്യത്യാസം. അത് ഒഴിച്ച് ഉള്ള ടോപ്പ് വേരിയൻ്റ് ആണ് ഈ കിടക്കുന്നത്. ഓട്ടോമാറ്റിക് AMT വരുന്നത്. AMTയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ AMTയിൽ പാഡിൽ ഷിഫ്റ്റേഴ്സ് അവതരിപ്പിച്ചിരിക്കുന്ന ആദ്യ വാഹനം കൂടിയാണ് നമ്മുടെ എക്സ്റ്റർ എന്ന് പറയുന്നത്. അതുപോലെ ഡാഷ് ക്യാം സഹിതം ഇൻബിൽട്ടായിട്ട് നമുക്ക് കസ്റ്റമർക്ക് ഡെലിവറി എടുക്കാൻ പറ്റുന്ന കുറേ ഫീച്ചേഴ്സ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ധാരാളം ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ്, യൂസർ എന്തുകൊണ്ട് ഇതിലോട്ട് ചൂസ് ചെയ്തു, ആ ഒരു ബഡ്ജറ്റിൽ വേറെ കുറേ വാഹനമുണ്ട്. മെയിൻ കോമ്പറ്റേറ്ററായ ടാറ്റ പഞ്ച് എന്തുകൊണ്ട് എടുത്തില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തെ വീഡിയോയിലോട്ട് സ്വാഗതം ചെയ്ത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ. TPF40 അഥവാ പെയിൻറ്റ് പ്രൊട്ടക്ഷൻ ഫിലിം ഇത് നിങ്ങളുടെ വാഹനത്തിന് എന്തുകൊണ്ട് അപ്ലൈ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ റീസൺസ് ഉണ്ട്. 5-6 റീസൺസ് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. ആദ്യത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ചെറിയ സ്ക്രാച്ചസ് ഉണ്ടല്ലോ, ആ സ്ക്രാച്ചസ് വരില്ല. കാരണം ഇതിൻ്റെ മുകളിലൊരു ലെയറായിട്ടാണ് ആ ഒരു ഫിലിം ഒട്ടിക്കുന്നത്. അപ്പോൾ ഇത് പെയിൻറ്റ് കട്ട് അല്ലാത്ത ചെറിയ സ്ക്രാച്ചസ് ഒക്കെ വരത്തില്ല, അതിനായിട്ട് സെൽഫായിട്ട് ഹീൽ ചെയ്യാനുള്ള ടെക്നോളജി ഈ ഒരു ഫിലിമിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ ഒരു വെയിലിൽ അൾട്രാവയലറ്റ് റേസ് ഒക്കെ നമ്മുടെ വാഹനത്തിലടിച്ച് വാഹനത്തിൻ്റെ കളർ മങ്ങുന്നതായിട്ട് കാണാം. ആ ഈ ഒരു പ്രൊട്ടക്ഷൻ ഫിലിം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു മങ്ങൽ വാഹനത്തിൽ വരത്തില്ല. അതുപോലെ തന്നെ ബേർഡിൻ്റെ ഡ്രോപ്പിങ്സ്, വാഹനം ഓരോ മരത്തിൻ്റെ ചുവടിലൊക്കെ നമ്മൾ പാർക്ക് ചെയ്യുമ്പം ബേർഡിൻ്റെ ഡ്രോപ്പിങ്സ് ഒക്കെ വീഴും. അത് ഭയങ്കര ഒരു കെമിക്കൽ റിയാക്ഷൻ നടത്തി നമ്മുടെ വാഹനത്തിൻ്റെ പെയിൻറ്റിനെ നല്ല രീതിയിൽ ബാധിക്കും. ആ ഒരു കാര്യം ഈ ഒരു ഫിലിം അപ്ലൈ ചെയ്താൽ വരില്ല. പിന്നെ നല്ല ഹൈഡ്രോഫോബിക് എഫക്റ്റ് ആണ്. നമ്മുടെ വെള്ളമൊക്കെ വീണ് കഴിഞ്ഞാൽ നമ്മുടെ ചേമ്പനെ വീണ് തെന്നിപ്പോകുന്ന പോലെ ഇതും തെറ്റിപ്പോകുള്ളൂ. അതുപോലെ നമുക്ക് വാഷ് ചെയ്യാനായിട്ട് ഭയങ്കര സൗകര്യമാണ്. നമുക്ക് വാഷ് ചെയ്യുമ്പം ഒരു പ്രഷർ വാഷൊക്കെ വെച്ച് വാഷ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അടിച്ച് വിട്ടാൽ മതി. അല്ലാത്ത വാഷ് ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് തൂത്ത് വിട്ടാൽ മതി. വാഷിങ്ങിൻ്റെ എഫേർട്ട് ഭയങ്കരമായിട്ട് കുറയും. നമുക്ക് പുറത്ത് കൊടുത്ത് വാഷ് ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. പിന്നെ വണ്ടി ഇടയിലൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നല്ല തിളങ്ങി നിൽക്കും. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്നു പോകുന്ന വഴിക്ക് ഒരു 10 പ്രാവശ്യം ഞാൻ നോക്കാറുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ നല്ല തിളങ്ങി കിടക്കുന്നതാണ് നല്ല രസമായിരിക്കും അല്ലേ. ഓക്കെ, അങ്ങനെ കുറേ യൂസേഴ്സാണ് PPF40 രീതിയിലൂടെ നമുക്ക് കിട്ടുന്നത്. PPF40 ഒക്കെ ഇപ്പോൾ പലയിടത്തും ചെയ്യാറുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഓട്ടോടോക്സ് കൊച്ചിയിൽ നിങ്ങൾ വരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ഓരോ പാർട്സ് ഓരോ സേഫിലല്ലേ ഇരിക്കുന്നത്. അപ്പം ഒരു എക്യുപ്മെൻറ്റ് വെച്ച് എല്ലായിടും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഗ്രില്ല് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ BMWൻ്റെ ഗ്രില്ല് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ ക്ലീൻ ചെയ്യുന്ന കുറച്ച് പണി. അപ്പം അതിനായിട്ടുള്ള എക്യുപ്മെൻറ്റ് വേണം. അതുപോലെ സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് വേണം. അതുമാത്രമല്ല നല്ല ടൈം എടുത്ത് ചെയ്യാനും പറ്റണം. ഇത് മൂന്നിലും ഇവർ ബെസ്റ്റാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ ഒരു PPF40 ചെയ്യാനായിട്ട് വണ്ടി കൊണ്ട് ധൈര്യമായിട്ട് ഏൽപ്പിക്കാം. അപ്പോൾ നിങ്ങളുടെ വാഹനം നിങ്ങൾക്ക് PPF40 ചെയ്യാൻ താല്പര്യമുണ്ടെന്ന്
ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓട്ടോടോക്സ് കൊച്ചിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വർക്കിന് സൗകര്യമായിരിക്കും. 2-3 ദിവസം എടുത്ത് എന്തായാലും ഇതിൻ്റെ വർക്ക് ചെയ്ത് തീരാനായിട്ട് അപ്പോൾ അവർക്ക് സൗകര്യമായിരിക്കും. പിന്നീട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരികയാണെങ്കിൽ ജസ്റ്റ് ഇവിടെ പറഞ്ഞാൽ 10% എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ മറക്കേണ്ട ഓട്ടോടോക്സ് കൊച്ചി കളമശ്ശേരിക്ക് അടുത്താണ്, അമ്പാട്ടുകാവ്, ഫില്ലർ നമ്പർ 137 ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു പോകാം. ഓക്കെ, നമുക്ക് എക്സ്റ്ററിൻ്റെ യൂസർ വന്നിരിക്കുന്നു. ആദ്യമായിട്ട് പേരും എന്ത് ചെയ്യുന്നു എന്നൊന്ന് നമ്മുടെ വ്യൂവേഴ്സിനോടൊന്ന് പറയാം. ഹലോ വ്യൂവേഴ്സ്, എൻ്റെ പേര് ഇജാസ് മുഹമ്മദ്. ഞാൻ ചെന്നൈയിലൊരു മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, എയർപോർട്ട് സൊല്യൂഷൻ സ്പെഷ്യലിസ്റ്റ്. സോ ഞാനൊരു ഇലക്ട്രിക്കൽ സിസ്റ്റം ഡിസൈൻ എഞ്ചിനീയറായി വർക്ക് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ നമുക്ക് എക്സ്റ്ററിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ഇജാസ് ബ്രോ ആണ് വന്നിരിക്കുന്നത്. നമുക്ക് ഓരോന്നോരോന്ന് ചോദിക്കാം. അപ്പം എക്സ്റ്റർ എന്ന് പറയുന്ന വാഹനം ഇത് അവതരിപ്പിച്ചപ്പോൾ ഭയങ്കര സർപ്രൈസ്ഡ് ആയിപ്പോയി അല്ലേ? ഇത്രയും ഫീച്ചേഴ്സ് സഹിതം കുറേ ഹ്യുണ്ടൈ എന്നൊരു വാഹന നിർമ്മാണം, ഹ്യുണ്ടൈയിൽ നിന്ന് നമ്മൾ ഫീച്ചേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എങ്കിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു കോമ്പാക്ട് അല്ലെങ്കിൽ ഒരു മൈക്രോ SUV എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര സർപ്രൈസ് തന്നിരുന്നവർ. അപ്പം എങ്ങനെയാണ് ഇതിലോട്ടാണോ ആദ്യം നോക്കിയത്, അതോ ഒരു വാഹനം എടുക്കാൻ നോക്കിയപ്പം ഏതൊക്കെയായിരുന്നു ചോയ്സിലുണ്ടായിരുന്നത്? സോ ഫസ്റ്റ് ഒരു ബഡ്ജറ്റായിരുന്നു. ഒരു ബഡ്ജറ്റിൽ എനിക്കൊരു SUV, ഒരു മൈക്രോ SUV തന്നെയായിരുന്നു എൻ്റെ കോൺസെപ്റ്റ്. ഓക്കെ, സോ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നോക്കുമ്പോൾ ആക്ച്വലി ടാറ്റ പഞ്ച് ആയിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടായിരുന്നത്, അതുപോലെ റെനോൾട്ട് കൈഗർ ഓൾസോ. ദെൻ പിന്നെ ആ ഒരു ആക്ച്വലി ആ ബഡ്ജറ്റിലൊരു സെഡാൻ നോക്കുമ്പോൾ ഒരു നമ്മുടെ ഹോണ്ട അമേസ്. സോ ഓൾറെഡി വി ഹാഡ് എ ഹോണ്ട അമേസ് ഇൻ അവർ ഫാമിലി. സോ ബേസിക്കലി ഐ ഡോണ്ട് ലൈക്ക് ടു റിപ്പീറ്റ്, സോ ഐ നീഡ് എ സ്പെഷ്യൽ വൺ. സോ ഐ വെയിറ്റഡ് ആക്ച്വലി. സോ ദെൻ ഹ്യുണ്ടൈ കെയിം, ഹ്യുണ്ടൈ എക്സ്റ്ററുമായി എത്തി. So from the first sight, I got attracted towards this vehicle. ഇതിന്റെ ആ ഒരു because Land Rover ഡിഫൻഡറുമായിട്ട് എവിടെയൊക്കെയോ ഒരു സാമ്യം, എസ്പെഷ്യലി ഓൺ ദ സ്കിഡ് പ്ലേറ്റ്, സ്റ്റാർട്ടിങ് ഫ്രം ദ സ്കിഡ് പ്ലേറ്റ്. സോ എനിക്ക് വളരെയധികം അട്രാക്റ്റഡ് ആയി അതിൻ്റെ ഒരു ഈസ്തറ്റിക് സെൻസ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ദെൻ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഓൾ ഫീച്ചേഴ്സ്, ലോട്ട് ഓഫ് ഫീച്ചേഴ്സ്. എസ്പെഷ്യലി ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് ഈ ബഡ്ജറ്റിൽ ഒരു സൺറൂഫ് ആയിരുന്നു എനിക്ക് വളരെയധികം. സോ അത് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബേസിക്കലി. ദെൻ ഓൾ ഫീച്ചേഴ്സ് ആർ ലോട്ട്, ഇറ്റ്സ് ഫീച്ചർ പാക്ഡ്. സോ then I took the test drive and I was very satisfied. Okay, it is a very practical vehicle. സോ അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് കൺഫേം ആവുന്നത്. എക്സ്റ്റർ തന്നെ മതി എന്നുള്ള കാര്യം, എക്സ്റ്റർ തന്നെ മതി എല്ലാം കൊണ്ടും. എല്ലാ ഫാക്ടേഴ്സ് നോക്കുമ്പോഴും ഇറ്റ്സ് എ ന്യൂ വൺ. ഐ ഓൾവേസ് നീഡ് എ ന്യൂ വൺ ഫ്രം ദ മാർക്കറ്റ്. ഐ ഡോണ്ട് ലൈക്ക് ടു ഫോളോ സംതിങ്. So I need always a new one. So Hyundai at the right time they launched. So ഇതിൽ തന്നെ ഓട്ടോമാറ്റിക്കലി. ഓക്കെ, അപ്പം ഇത് വണ്ടി അവർ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് അപ്പം തന്നെ ബുക്ക് ചെയ്തു. അവർ വണ്ടി അനൗൺസ് ചെയ്ത് ഒരു വിത്തിൻ 1 week ഞാൻ ഡിറ്റർമിൻഡ് ആയി എൻ്റെ മനസ്സിൽ തന്നെ. ദെൻ അതിനുശേഷം ഞാനൊരു ടെസ്റ്റ് ഡ്രൈവ് എനിക്ക് കിട്ടി, ചെന്നൈയിൽ വെച്ച് തന്നെ ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. So I am satisfied because it is very good for the cities. It is very good for the cities and so satisfied with the AMT. Okay. So അങ്ങനെ ഞാൻ കൺഫേം ചെയ്തു, ബുക്ക് ചെയ്തു. Then within 2 weeks, fortunately, very fortunately, within 2 weeks, within 14 days I think I got the vehicle. Okay, 2 ആഴ്ച കൊണ്ടാണ് മൊത്തത്തിൽ 3 ആഴ്ച, I think 21 days എന്ന് പറയാം. ഓക്കെ, അപ്പോൾ 3 ആഴ്ച. പക്ഷെ ഇപ്പോൾ കിട്ടുന്നത് എത്ര മാസമായിരിക്കും? ആസ് ഓഫ് മൈ അണ്ടർസ്റ്റാൻഡിങ് അറ്റ്ലീസ്റ്റ് 6 months ആണ് പറയുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് പലരിൽ നിന്നും. എന്നോട് പലരും ചോദിക്കുന്നുണ്ട്, ബിക്കോസ് എക്സ്റ്റർ ഈസ് വെരി റെയർ ഇൻ ദ റോഡ്സ്. സോ പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ ബുക്ക് ചെയ്യുമ്പോൾ മിനിമം 6 months ടൈം പീരീഡ് ആണ് അവർ പറയുന്നതെന്ന് ഞാൻ കേൾക്കുന്നുണ്ട്. വലിയൊരു ഇൻവെസ്റ്റ്മെന്റോട് കൂടിയാണ് എക്സ്റ്റർ ഇന്ത്യയിൽ അവതരിപ്പിച്ചത്. ക്രോസ് മേ ബി 1000 crores കണ്ട് R&Dയിൽ ചെലവഴിച്ചിട്ടുണ്ടെന്നാണ്. R&Dയിൽ നല്ലതായിട്ട് ചെലവഴിച്ചു. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പവറിൻ്റെ കാര്യങ്ങളും എല്ലാം നമുക്ക് അറിയാനായിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് 4 cylinder എഞ്ചിനാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ കോമ്പറ്റേറ്ററായ ടാറ്റ പഞ്ചിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിന് 3 cylinder വരുന്നുള്ളൂ, ഇത് 4 cylinder ആണ്. അപ്പോൾ കുറേ കൂടെ റിഫൈൻഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് നമുക്ക് കിട്ടാനായിട്ട് സാധിക്കും. അതുപോലെ 1.2 Kappa സീരീസ് എഞ്ചിൻ തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത്. 83 bhpയും അതുപോലെ 113 Newton meter ടോർക്ക്. അപ്പോൾ പഞ്ചിനെ സംബന്ധിച്ചിടത്തോളം 3-4 ചെറിയ വ്യത്യാസമുണ്ട്, എങ്കിലും ഇതാണ് കുറച്ചുകൂടെ റിഫൈൻഡ് ആയിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഒരു എഞ്ചിൻ പവർ, ഡ്രൈവിങ്ങിൽ കിട്ടിയ ആ ഒരു സുഖം, അല്ലെങ്കിൽ ആ ഒരു എങ്ങനെ തോന്നിയിട്ടുണ്ട് പെർഫോമൻസിന്? എനിക്കൊരു ഡെഫിസിറ്റും തോന്നിയിട്ടില്ല പവറിൽ. ഞാൻ എന്ത് ചോദിക്കുന്നു എനിക്കത് വണ്ടി തരുന്നുണ്ട് പവറിൻ്റെ കേസിൽ. സോ ഐ തിങ്ക് ദിസ് ഈസ് ഇനഫ്. ദിസ് എഞ്ചിൻ കോൺഫിഗറേഷൻ ഈസ് ഇനഫ് ഫോർ എ നോർമൽ
I'm not talking about some performance vehicles like Volkswagen Virtus or like that, Skodas. So for a practicality നോക്കുമ്പോൾ നമുക്ക് ഇത്രയും മതി, ഈ ഒരു കോൺഫിഗറേഷൻ തന്നെ ധാരാളമാണ് for at least 5 people. Okay. This is more than enough, I think. ഒരിക്കലും എനിക്ക് ഡെഫിസിറ്റ് തോന്നിയിട്ടില്ല ഒരിടത്തും പവറിൽ. No. So this engine is, I think, enough. ഓക്കെ, കാരണം ഇപ്പം എക്സ്റ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പവറിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ 1.2 ലിറ്റർ കപ്പാസിറ്റീസ് എഞ്ചിൻ എന്ന് പറയുന്നത് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ അല്ല ആ ഒരു സീരീസിൽ വരുന്ന എഞ്ചിൻസ്. അപ്പം ക്ലാസിക് എഞ്ചിനാന്ന് പറയാം. ക്ലാസിക് എഞ്ചിനാണ്. അപ്പം അതിൻ്റെ കുറവുകൾ, അതായത് ഇപ്പം i10, ഇപ്പം സ്വിഫ്റ്റിൻ്റെ കാറ്റഗറി നോക്കുകയാണെങ്കിൽ i10 നിയോസും സ്വിഫ്റ്റും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ സ്വിഫ്റ്റ് എന്ന് പറയുന്നത് നല്ല കുതിച്ച് കയറി പോകുന്ന ആ ഒരു സംഭവമുണ്ട്, കാരണം ബോഡി വെയിറ്റ് അത്രയ്ക്കേ ഉള്ളൂ. അതേസമയം i10 നിയോസ് ആണെന്നുണ്ടെങ്കിൽ അത്ര ഒരു പവർ, ആ ഒരു കിക്ക് നമുക്ക് കിട്ടില്ല. അപ്പം അതൊരു കുറവായിട്ട് തോന്നാറുണ്ടോ? മീൻസ് യൂസ് ചെയ്യുമ്പോൾ അതൊരു പവർ കുറവായിട്ട് തോന്നിയിട്ടുണ്ടോ? അതായത് ഇപ്പം ഇത് ഓട്ടോമാറ്റിക് ആണ്, ഇത് ആക്ച്വലി AMT ആണ്, ഇറ്റ്സ് നോട്ട് ഓട്ടോമാറ്റിക്, ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. സോ ഞാൻ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് സംടൈംസ് മേ ബി ദാറ്റ്സ് ബിക്കോസ് ഓഫ് ദ AMT ആ ഒരു ഗിയർ ഷിഫ്റ്റ് ലാഗ് നമുക്ക് ചെയ്യാറുണ്ട്. സോ ദിസ് ഹാസ് പാഡിൽ ഷിഫ്റ്റേഴ്സ്, സോ ദാറ്റ് റിയലി കോമ്പൻസേറ്റ്. That really compensates. So I don't feel any lag. If I need to more power, then I will easily down the gear by means of paddle shift. Finish. Okay. Like that. So അത് Hyundai മനോഹരമായിട്ട് പാഡിൽ ഷിഫ്റ്റേഴ്സിലൂടെ അത് കോമ്പൻസേറ്റ് ചെയ്തിട്ടുണ്ട്. ഇഫ് ഇറ്റ് ഈസ് ദെയർ, അങ്ങനെ ഒരു ഇത് ലാഗ് പ്രസന്റ് ആണെങ്കിൽ, പക്ഷേ എനിക്കത് ഈസിലി കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും പെട്ടെന്ന് തന്നെ. മുമ്പേ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നത് പോലെ കയറ്റമൊക്കെ കയറുമ്പം അതായത് അത് നമ്മൾ ഹിൽസ് ക്ലൈംബ് ചെയ്യുന്ന സമയത്താണ് മേ ബി ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് ഞാൻ കാണുന്നത്. ഇത് നമ്മൾ ഫസ്റ്റ് ഗിയറിൽ അത് വന്നാൽ അത് സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ടേക്സ് മോർ ടൈം. ബട്ട് വി നോ ദാറ്റ് we can apply the second gear. So we just apply the second gear by means of paddle shifters. That will only happen in hilly surfaces. നമ്മൾ ഇപ്പം ഫോർ എക്സാമ്പിൾ മൂന്നാർ അല്ലെങ്കിൽ കുമളി അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് ഹില്ല് ക്ലൈംബ് ചെയ്യുമ്പോൾ മാത്രമാണത്. അത് സെൻസ് ചെയ്യാൻ കുറച്ചും കൂടെ അത് സമയം എടുക്കുന്നുണ്ട്. ദാറ്റ് ടൈം വി ക്യാൻ യൂസ് ദ പാഡൽ ഷിഫ്റ്റേഴ്സ് അറ്റ് ദ റൈറ്റ് ടൈം ആൻഡ് വി ക്യാൻ ചേഞ്ച്. നോ പ്രോബ്ലം. അങ്ങനെ ആ ഒരു ലാഗ് വരുന്നത് പാഡ് ഷിഫ്റ്റേഴ്സ് കൊടുത്തുകൊണ്ട് എന്തായാലും ഇപ്പം AMTയിൽ ആദ്യമായിട്ടാണ് പാഡ് ഷിഫ്റ്റേഴ്സ് അവർ അവതരിപ്പിക്കുന്നത് AMT ഗിയർ ബോക്സിൽ. തീർച്ചയായിട്ടും. അപ്പോൾ അത് നല്ല രീതിയിൽ അതൊരു വലിയ ഹൈലൈറ്റ് ആണ്. ഞാൻ AMT എനിക്കറിയാം, ഇത് ആക്ച്വലി പെട്രോൾ ആൻഡ് CNG വേരിയൻസ് മാത്രമേ ഉള്ളൂ. അതിൽ ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത് AMT മാത്രമേ ഉള്ളൂ. There is no CVT, there is no IMT, there is no torque converter, there is no DCT. It is the first generation. Okay, automatic, but with paddle shifters. That's the main highlight. I took this vehicle because of that. If there is no paddle shifters, maybe I will find some difficulty in power. Okay, അതുകൊണ്ട് ട്രാൻസ്മിഷൻ ലാഗോ കാര്യങ്ങളോ ഒന്നും AMT ഇതിൽ ഫീൽ ചെയ്യുന്നില്ല. Of course AMT has some amount of നമുക്കറിയാം അതിനൊരു ഡെഫിസിറ്റ് ഉണ്ട്. That technology വളരെ പ്രിമിറ്റീവ് ആണ്. എങ്കിലും Hyundai വളരെ മനോഹരമായിട്ട് എഞ്ചിനീയറിംഗ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് അത്രയും ഫീൽ ചെയ്യാറില്ല. ഓക്കെ എന്നുള്ളതാണ്. പ്രൈസിന്റെ കാര്യം നമ്മൾ ചോദിക്കാൻ വിട്ടുപോയി. ഇത് ടോപ്പ് വേരിയന്റ് ആണ് വന്നിരിക്കുന്നത്. അതായത് ഞാൻ പറയാം, ഇത് എക്സ്റ്റർ SXO കണക്ട് ആണ്, ടോപ്പ് വേരിയന്റ് ആണ്. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് സിംഗിൾ ടോൺ ആണ്. ഇതിന്റെ മേളിൽ ഒരു ഡുവൽ ടോൺ ഉണ്ട്, അത്രേ ഉള്ളൂ. ബട്ട് ദ റെസ്റ്റ് ഈസ് ദ സെയിം. ഓക്കെ, സോ ഞാൻ എന്തുകൊണ്ട് ഇത് ചൂസ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി സിമ്പിൾ എക്കണോമിക്സ്. ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് 9,99,990. സോ ഇറ്റ് ഈസ് 10 rupees less than 10 lakhs. So I get rid of the 2% cess from the government. If it is equivalent to 10 lakhs, then I need to pay 2% as the government cess of the off-road, so the ex-showroom price. So എനിക്കത് കൊടുക്കേണ്ട വന്നില്ല. And I really like this single tone. And physics wise I can say, so the dual tone top side topil black ആയിരിക്കും വരുന്നത്, black color, and black always absorbs heat. Very simple physics. So അതിൻ്റെ ആവശ്യമില്ല. സോ നമുക്ക് ഗ്രീൻ മതി. ഈ ഒരു കളറും വളരെ അട്രാക്റ്റീവ് ആണ്. അതായത് ലാൻഡ് റോവർ ഡിഫൻഡറിന്റെ ഒരു എവിടേക്കോ ഒരു റിസംബ്ലൻസും എനിക്കുണ്ട്. സോ ഈ ഒരു ബഡ്ജറ്റിൽ ആ ഒരു റിസംബ്ലൻസ് എനിക്ക് കിട്ടുന്നു വിത്ത് ദിസ് മച്ച് എമൗണ്ട് ഓഫ് ഫീച്ചേഴ്സ്, വിത്ത് ഓൾമോസ്റ്റ് ഓൾ ഫീച്ചേഴ്സ്. ദിസ് ഹാസ് ക്രൂയിസ് കൺട്രോൾ, ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്, ദെൻ സൺറൂഫ് ഉണ്ട്, ദെൻ എന്താണ് ഇല്ലാത്തതാണ്, ഡാഷ് ക്യാം ഉണ്ട്, ഡാഷ് ക്യാം ഈസ് ദെയർ. അപ്പം എന്താണ് ഇല്ലാത്തതെന്ന് എനിക്കറിയാത്ത, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഈസ് ദെയർ. സോ എവറിഥിങ് 15-inch diamond cut alloys ഉണ്ട്. So I am satisfied actually with respect to the other competitors. On-road price is around 11,72,000, I think, something like that. 12 ലക്ഷം രൂപ അടുപ്പിച്ച് വരുന്നുണ്ട്. Yes, on-road price വരുന്നുണ്ട്. Okay.
that depends upon the registration, insurance and some maybe ലൊക്കേഷൻ അനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരാം. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് ഹ്യൂണ്ടായി എക്സ്റ്ററിൽ അറിയാനുള്ളത് ഇതിൻ്റെ സ്പേസിനെ പറ്റിയാണ്. അപ്പം ഇപ്പം ബ്രോ കുറച്ച് ഹൈറ്റ് നല്ല രീതിയിലുള്ള 6 feet above ഉണ്ട്. No, I am not 6 feet above ഇല്ല. ഞാൻ ഓൾമോസ്റ്റ് 6 feet ആണ്. 180 centimeters എന്ന് പറയാം. എൻ്റെ ബ്രദർ 183 ആണ്. ഹി 6 feet. സോ ഈ വണ്ടിയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്, ഒരു പ്രാക്ടിക്കാലിറ്റി എന്ന് പറയുന്നത് ദിസ് ഹാസ് ഇനഫ് ലെഗ് സ്പേസ് ആൻഡ് ഇനഫ് ഹെഡ് സ്പേസ്. സോ ആൻഡ് ഇനഫ് ഗ്രൗണ്ട് ക്ലിയറൻസ്. ഈ 3 ഫാക്ടേഴ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക്. അപ്പം ഞങ്ങൾ രണ്ടും ഫ്രണ്ടിൽ ഇരിക്കുമ്പം ഞങ്ങൾ മാക്സിമം സീറ്റ് ബാക്കിലേക്ക് ഇട്ടാണ് ഇരിക്കുന്നത്, നീളമുള്ളതുകൊണ്ട്. പക്ഷേ ഏറ്റവും മനോഹരമായ കാര്യം എന്ന് വെച്ചാൽ അത് ബാക്കിലുള്ള ആരെയും ഡിസ്റ്റർബ് ചെയ്യാറില്ല, അവർ പരാതി പറയാറില്ല എന്നുള്ളതാണ്. ബട്ട് അതെ, 5 പേര് ഇരുന്ന് യാത്ര ചെയ്യുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. സോ ആവറേജ് ആയിട്ട് ഒരു 5 പേർക്ക് മനോഹരമായിട്ട് യാത്ര ചെയ്യാം. എന്നെപ്പോലെ ഞാൻ പറയുന്നില്ല, ഒരു 5 പേർ എന്നെ പോലെ ഉള്ളവർക്ക് ഫ്രണ്ടിൽ സുഖമായിട്ട് ഇരിക്കുക, 2 പേർ, ബാക്കി 3 പേർ ഒരു ആവറേജ് ആയിട്ടുള്ള വ്യക്തികൾക്ക് സുഖമായി ഇരുന്ന് യാത്ര ചെയ്യാം. 5 പേർക്കുള്ള സ്പേസ് ഉണ്ട്. ഓക്കെ, ലെഗ് സ്പേസ് ഉണ്ട്, ഹെഡ് സ്പേസ് ഇസ് ഡെഫിനറ്റ്ലി ഇത്. 6 feet 2 inches നോ പ്രോബ്ലം. നമ്മൾ റിവ്യൂ ചെയ്തപ്പോൾ കുറച്ച് ബിഗ് സൈസ് ആയിട്ടുള്ളവരുടെ കാര്യങ്ങളിലാണ് ആളുകൾ കൺസേൺ ആയിട്ടുള്ളത്. കാരണം വണ്ടി കുറച്ച് ചെറുതാണോ അങ്ങനെയുള്ള കുറച്ച് കൺസേൺസ് ഉണ്ടായിരുന്നു. അപ്പം ഇതിലേതായാലും അത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് ഇന്റീരിയർ സ്പേസ് അവർ നല്ല രീതിയിൽ മാനേജ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ വീൽ ബേസ് ഈ സെഗ്മെന്റിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് വീൽ ബേസ് ഉള്ള വാഹനം കൂടെയാണിത്. അപ്പം റിയർ സ്പേസ്, റിയർ സൈഡിൽ ഇരിക്കുന്നവർക്ക് അത്ര ഇവിടെ സ്പേസ് കിട്ടില്ല. മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സീറ്റ് ഇട്ടാലും ബാക്കിലോട്ട് ആക്കിയാലും leg space is there. ബാക്കിൽ ഇരിക്കുന്നവർക്ക് enough leg space is there for average persons. ഓക്കെ, അപ്പോൾ അതുപോലെ റിയറിൽ 3 പേര് ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് കൺജസ്റ്റഡ് ആകും. no congestion. അതിപ്പം ഇരുന്നവരൊക്കെ ഇവിടെ ഉണ്ട്, പക്ഷെ ഒരാൾ മിസ്സിംഗ് ആണ്. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരോട് ചോദിക്കായിരുന്നു. ഞങ്ങളിപ്പം കുറേ യാത്ര ചെയ്യുന്നുണ്ട്, ഞാൻ അതാണ് ആദ്യം ചെക്ക് ചെയ്യുന്നത്. അമേസിൽ ഓഫ് കോഴ്സ് there is congestion. അത് അവരെപ്പോഴും പരാതി പറയാറുണ്ട്, ലെഗ് സ്പേസും അതുപോലെ തന്നെ സ്പേസും സിറ്റിംഗ് സ്പേസും. പക്ഷെ ഇതിൽ അങ്ങനെ ഒരു പരാതികളില്ല. അമേസിനെ വെച്ച് കമ്പയർ ചെയ്തിട്ട് പോലും യെസ്, ഓഫ് കോഴ്സ്. തീർച്ചയായിട്ടും എനിക്ക് അമേസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അതാണല്ലോ ഫസ്റ്റ് ഇത് കമ്പാരിസൺ വരുന്നത്. അപ്പം ഞാൻ നോക്കുമ്പം റിയറിൽ ഒരു പരാതികളും റേസ് ചെയ്യാറില്ല അവർ. ഒന്നിൽ ലെഗ് സ്പേസ് ഇല്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് സിറ്റിംഗ് സ്പേസ് കുറവാണ്, കൺജസ്റ്റഡ് ആണ്, നോ പ്രോബ്ലം. സ്പേസിന്റെ കാര്യം അല്ലേ? അതെ. ഓക്കെ, ഇനിയും നമുക്ക് എക്സ്റ്ററിനെ പറ്റി അറിയാനുള്ളത് ഇതിൻ്റെ സസ്പെൻഷൻ്റെ കാര്യമാണ്, ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കാര്യമൊക്കെയാണ്. അപ്പം ബാഡ് റോഡ്സിൽ കൂടെ ഒക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ കുറച്ച് ഹില്ലി ഏരിയ ഒക്കെ പോകുമ്പോഴും ഉള്ള ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കാര്യം എങ്ങനെയുണ്ട്? ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ പ്രാക്ടിക്കലാണ്. ഐ തിങ്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് ഈസ് 185 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. ഇതുവരെ ഞങ്ങൾ പോയ ഗട്ട് റോഡ്സിലൂടെ ഒക്കെ പോയിട്ടുണ്ട്. ഈവൻ നമ്മുടെ വില്ലേജിലൂടെ ഗട്ട് റോഡ്സ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഒരിക്കലും ഒരു ജസ്റ്റ് അടി ഇടിച്ചിട്ടില്ല നമ്മൾ പറയും, ഒന്നും ടച്ച് ചെയ്യുന്നില്ല. വീട്ടിലോട്ട് ഇറങ്ങുന്ന ആ ഒരു ഭാഗം ചാലഞ്ചിങ് ആണ് ഏത് വണ്ടിക്കും. അപ്പം ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് മറ്റേത് ഉപയോഗിക്കുന്നത്. ഓഫ് കോഴ്സ് അത് അമേസ് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാക്കാറുണ്ട്. കാരണം അമേസ് ഈസ് ലൈക്ക് 160 to 165 mm ഗ്രൗണ്ട് ക്ലിയറൻസ് മാത്രമുള്ള ഒരു വണ്ടിയാണ്. ബട്ട് ദിസ് ഈസ് ഓഫ് കോഴ്സ് 20 അതിനേക്കാൾ 20 മോറാണ്. ഇതുവരെ അങ്ങനെ ഇതിലും ഒരു പോർട്ട് ഹോൾസിലും നമുക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ല. സസ്പെൻഷന്റെ കാര്യമോ? സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ സസ്പെൻഷൻ സോഫ്റ്റ് അല്ല, സസ്പെൻഷൻ ഹാർഡാണെന്ന് ചോദിച്ചാൽ ഞാൻ അത് പറയില്ല, ഹാർഡാണെന്നും പറയില്ല. ഒരു ഫൈൻലി ട്യൂൺഡ് സസ്പെൻഷൻ. ഫോർ എക്സാമ്പിൾ അമേസ് എന്ന് പറയും, ഓഫ് കോഴ്സ് ദ കമ്പാരിസൺ ഇസ് അമേസ് ഹാസ് സോഫ്റ്റ് സസ്പെൻഷൻ. സോ ഇറ്റ് ഈസ് വെരി സെൻസിറ്റീവ് ടു ദീസ് റോഡ്സ്, നോർമൽ റോഡ്സ് വെരി സെൻസിറ്റീവ് ആണ്. പക്ഷേ ഹൈവേസിൽ വളരെ കൺസിസ്റ്റൻ്റ് ആണ്. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു ഇതുവരെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്, നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ കായംകുളം പുനലൂർ റോഡ്, നമ്മുടെ വില്ലേജ് റോഡ്സ്, അതുപോലെ തന്നെ MC റോഡ് ഈസ് ഓഫ് കോഴ്സ് ഇസ് ഗുഡ് റോഡ്. പക്ഷെ നമ്മുടെ ഇവിടെ യൂസ് ചെയ്തിടത്തോളം പെർഫെക്റ്റ് ആണ്. ഇതുവരെ വളരെ പ്രാക്ടിക്കലാണ്, എല്ലാ ടെറൈൻസും നല്ലതായിട്ട് വളരെ പ്രാക്ടിക്കലാണ്. ഇറ്റ് ഈസ് നോട്ട് മോർ സെൻസിറ്റീവ് ഓർ ലെസ് സെൻസിറ്റീവ്. ഇറ്റ് ഈസ് കറക്റ്റ്, ഫൈനലി ട്യൂൺഡ് ആണ്. ഓക്കെ, അപ്പം അതിനോട് അനുബന്ധിച്ച് ചോദിക്കുന്നത് ലോങ് ഡ്രൈവ്സിന്റെ കാര്യമാണ്. ഇപ്പോൾ വണ്ടി കിട്ടിയിട്ട് ഏകദേശം 1 month കഴിഞ്ഞതേ ഉള്ളൂ, ഒരു 1.5 മാസം എന്ന് പറയാം. എങ്കിലും 2000+ കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട്, 2079 കിലോമീറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കുറച്ചൊക്കെ ലോങ് ഡ്രൈവ് ചെയ്ത് കാണും തീർച്ചയായിട്ടും. എത്രയും കിലോമീറ്റർ വരെ പോയി? ഒരു വൺ സ്ട്രെച്ച് ആണെങ്കിൽ ഒരു 120 സ്ട്രെച്ച് ആണ്. ഞങ്ങൾ പോയിരിക്കുന്ന കുമളി പോയിട്ടുണ്ട്, ദെൻ ട്രിവാൻഡ്രം പോയിട്ടുണ്ട്. മേ ബി ഇൻ എ സ്ട്രെച്ച് ലൈക്ക് 130 കിലോമീറ്റേഴ്സ് മാക്സിമം. ഈ കുമളി എന്നൊക്കെ പറയുന്നത് നല്ല ഹില്ലി ആയിട്ടുള്ള ഏരിയ ആണ്. അവിടെയൊക്കെ കിട്ടിയ യാത്രാ സുഖം എങ്ങനെയുണ്ട് ബാക്കിലിരിക്കുന്നവർക്കും? അതുപോലെ നിങ്ങൾ മറ്റൊന്നും ഞാൻ പറഞ്ഞ ഒരേ ഒരു ഫാക്ടറാണ്, വേറെ മറ്റു ഫാക്ടേഴ്സ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഈ ഹില്ല് ക്ലൈംബ് ചെയ്യുന്ന സമയത്ത് മേ ബി ബിക്കോസ് ഇറ്റ്സ് ദിസ് AMT ഗിയർ ഷിഫ്റ്റ് ലാഗ് എവിഡൻ്റ് ആണ്. ബട്ട് വി ഷുഡ് കോമ്പൻസേറ്റ് ഇറ്റ് ബൈ യൂസിങ് പാഡിൽ ഷിഫ്റ്റേഴ്സ്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബാക്കിയൊന്നും
പ്രശ്നം തോന്നിയിട്ടില്ല. അപ്പോൾ ബോഡി റോളിങ്ങിന്റെ കാര്യമാണ് നമ്മൾ. ബോഡി റോളിംഗ് ഓഫ് കോഴ്സ് ഇതിന് ബോഡി റോളിംഗ് ഉണ്ടാവണം സയന്റിഫിക്കലി, ബിക്കോസ് ഇറ്റ് ഹാസ് മോർ ഗ്രൗണ്ട് ക്ലിയറൻസ്, മോർ ബോഡി ഹൈറ്റ്. സോ ഓഫ് കോഴ്സ് ബോഡി റോളിംഗ് ഉണ്ടാവണം. പക്ഷെ അത് വളരെയധികം മിനിമൈസ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അത് ശരി. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ദെയർ, ബട്ട് വെരി മിനിമൈസ്ഡ് ബൈ ഹ്യുണ്ടൈ. ഓക്കെ, അപ്പം ആ കാര്യത്തിലും ഹാപ്പിയാണ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ തുടക്കത്തിൽ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഇന്ത്യൻ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. ബോഡി ടൈപ്പ്, ഗ്രൗണ്ട് ക്ലിയറൻസ് കൺസേൺഡ് ആയിരിക്കും, പിന്നെ അതുപോലെ ഫീച്ചേഴ്സ് കൺസേൺഡ് ആയിരിക്കും, പ്രൈസ് കൺസേൺഡ് ആയിരിക്കും. ഇറ്റ് ഈസ് പ്യൂർലി ഡിസൈൻഡ് ഫോർ ഇന്ത്യ. ഓക്കെ, ഇന്ത്യൻ കസ്റ്റമേഴ്സ്, ഇന്ത്യൻ റോഡ്സ്. ഓക്കെ, അപ്പം ഈ കാര്യത്തിലെല്ലാം അത് ടോപ്പ് ആണെന്ന് തന്നെ പറയാം. അടുത്തതായിട്ട് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം മൈലേജ് ആണ്. മൈലേജിന്റെ കാര്യമാണ് നമുക്ക് ഇനി അടുത്തത്. മൈലേജ് പറയാനാണെങ്കിൽ ഇപ്പം നമ്മളെ ഫാമിലിയിൽ 5 മെമ്പേഴ്സാണ്. ഞങ്ങൾ 5 പേര്, ഫോർ എക്സാമ്പിൾ നമുക്ക് ട്രിവാൻഡ്രം ട്രിപ്പ് എടുക്കാം. ഞങ്ങൾ 5 പേരുണ്ട്. വണ്ടി ഇറ്റ്സ് വിത്ത് എയർ കണ്ടീഷനിങ്, AC ഓൺ ആണ്, അതുപോലെ കുറച്ച് ലഗേജ് ഉണ്ട്. ഓക്കെ, ഇത്രയും കൺസിഡർ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഒരു 15 കിലോമീറ്റർ പെർ ലിറ്റർ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. MC റോഡിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ MC റോഡ് എന്ന് പറഞ്ഞാൽ നല്ല ട്രാഫിക് ഡെൻസിറ്റി ഇപ്പോൾ ഉണ്ട്. സോ ഞങ്ങൾ മൂവ് ചെയ്തിരിക്കുന്നത് ഒരു ഓൺ ആൻ ആവറേജ് 50 to 55 കിലോമീറ്റർ പെർ അവറിൽ മാത്രമേ മൂവ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഈസ് ദ സ്പീഡ് ഫോർ ദി മാക്സിമം മൈലേജ്. It should be in between 70 and 80 at least. Okay, for the maximum. So it is not the maximum mileage. For the maximum mileage, we should check in the highways like 75 kilometer per hour. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മളൊരു 10 കിലോമീറ്റർ എങ്കിലും മൂവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു മാക്സിമം മൈലേജ് അറിയാൻ പറ്റുന്നത്. ഇതാണ്. ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ ഇപ്പം കേപ്പ് റോഡ് ആണെങ്കിലും സെയിം നല്ല ട്രാഫിക് ഡെൻസിറ്റി ഉണ്ട്. അപ്പം തന്നെ അത് വീണ്ടും ഈ 55 എന്നുള്ളത് ഒരു 45ലേക്ക് 45-50 മാറും സ്ലോട്ട്. അപ്പം അവിടെയും കുഴപ്പമില്ല. ഈ ഡ്രൈവിലാണ് ഈ പറഞ്ഞ 15 ഉള്ളത്. അതെ. അപ്പം ഡെഫിനറ്റ്റ്ലി ഹൈവേ ഡ്രൈവ് മാത്രം നോക്കുവാണെങ്കിൽ, വിത്തൗട്ട് ട്രാഫിക് നോക്കുവാണെങ്കിൽ 20+ കാണുമായിരിക്കും. ഇപ്പം ഞാനിപ്പോൾ രാവിലെ ടൗണിലോട്ടൊന്ന് പോയി. ഞാൻ മാത്രമേ ഉള്ളൂ, AC ഉണ്ട്. അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. പോയപ്പോൾ എനിക്ക് 20 കിട്ടി. ഒരു 7+7 14 കിലോമീറ്റേഴ്സിൽ എനിക്ക് 20 കിട്ടിയിട്ടുണ്ട്. കയറ്റമൊക്കെ കയറി ഇറക്കൊക്കെ ഈ കയറ്റം എന്തായാലും കയറണം. എന്നിട്ടും അത് കിട്ടുന്നുണ്ടെങ്കിൽ 20 കിട്ടി. ഞാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ്. അപ്പോൾ അതിന് ഡിഫറെൻ്റ് ആണ് അതിൻ്റെ പേലോഡ് അനുസരിച്ചിട്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ KP റോഡിലും MC റോഡിലാണെങ്കിൽ ഇതിൻ്റെ ഒരു ഫുൾ പേലോഡിൽ 100 കിലോമീറ്റർ ആവറേജ് നോക്കുകയാണെങ്കിൽ അതെ ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ഫുൾ പേലോഡിലാണെങ്കിൽ വിത്ത് 50 to 55 അതാണ് സ്പീഡ് കിലോമീറ്റർ പെർ അവറിലാണെങ്കിൽ നമുക്കൊരു 15 കിട്ടുന്നുണ്ട്. ഇനി അതൊരു ഇൻ ബിറ്റ്വീൻ 70 and 80 ആവുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു 18 കിട്ടുമായിരിക്കും എന്നാണ്. എനിക്കറിയില്ല, അത് കണ്ടിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ കിട്ടുമല്ലോ. പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ ഒരു കാൽക്കുലേഷൻ അങ്ങനെയാണ്, കിട്ടണം. അപ്പം ആ കാര്യത്തിലും ഹാപ്പിയാണ് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, പിന്നെ ഈ വണ്ടി ബ്രോ മാത്രമാണ് യൂസ് ചെയ്യുന്നത്? എങ്ങനെയുണ്ട്? അല്ലേ, ഈ വണ്ടി ഞാൻ വരുമ്പോൾ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ യൂസ് ചെയ്യുന്നത് എൻ്റെ ഫാദറാണ്. സോ അദ്ദേഹത്തിനും ചിലപ്പം എക്സ്പീരിയൻസ് പറയാനായിട്ട് കാണുമല്ലോ. അദ്ദേഹം യൂസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തോടെ വീഡിയോയിലോട്ട് ഓക്കെ, ഇജാസ് ബ്രോയുടെ ഫാദറാണ്. അപ്പം അദ്ദേഹവും ഈ വാഹനം യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്കിളിനോട് നമുക്ക് ചോദിച്ച് ബാക്കി കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്കാം അല്ലേ? അങ്കിള് ഈ വാഹനം യൂസ് ചെയ്യുന്നതല്ലേ? അപ്പം എങ്ങനെയാണ് ഇതിന്റെ യൂസ് ചെയ്തിട്ട് ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ? ഇപ്പം വേറെ വാഹനം അമേസ് യൂസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ എനിക്ക് ഇതിനെപ്പറ്റി പോസിറ്റീവായിട്ടേ പറയാനുള്ളൂ. നെഗറ്റീവായിട്ടൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ അമേസ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അതിൽ ബാംഗ്ലൂർ ട്രിപ്പൊക്കെ ഞങ്ങൾ പോകാറുണ്ട്. ലോങ് ട്രിപ്പൊന്നും ഇതിനകത്ത് പോയില്ല. എങ്കിലും ഇതൊരു 80 കിലോമീറ്ററിന്റെ മുകളിലോട്ട് പോകുമ്പോൾ സ്റ്റിയറിംഗ് ഒക്കെ നല്ല റിജിഡ് ആവും ആയിട്ട് കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നുണ്ട്. അതാണ് എല്ലാവർക്കും അങ്ങനെ തോന്നുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ ചെയ്തു, എനിക്ക് പോസിറ്റീവായിട്ടുള്ള അല്ല വേറൊരു അഭിപ്രായം. സ്റ്റിയറിംഗ് വളരെ സ്റ്റേബിൾ ആവുന്നുണ്ട്. വളരെ സ്റ്റേബിൾ തോന്നിയിട്ടുണ്ട്. വളരെ സുരക്ഷിതമായിട്ട് തോന്നിയിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് ഡ്രൈവ് ചെയ്തിട്ടുള്ള അപ്പം ഇതിൽ ഏകദേശം ട്രിവാൻഡ്രം വരെയൊക്കെ പോയിട്ടുള്ളൂ. അപ്പൊ അതിൽ കിട്ടിയ യാത്രാസുഖം എങ്ങനെയുണ്ട്? മീൻസ് അമേസ് എന്ന് പറയുന്ന നല്ല യാത്രാസുഖമുള്ള ഒരു വാഹനമായിരിക്കുമല്ലോ. അപ്പൊ അത് വെച്ച് ഒരു മൈക്രോ SUV കാറ്റഗറിയിൽ വന്നപ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങൾ ഫീൽ ചെയ്തു? ഇതിന്റെ അലച്ചിൽ കൂടുതലാണോ? വ്യത്യാസമൊന്നുമായിട്ടും തോന്നിയിട്ടില്ല എനിക്ക്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പൊതുവെ പറഞ്ഞാൽ എനിക്ക് വളരെ വ്യത്യാസമായിട്ടൊന്നുമില്ല. വളരെ കംഫർട്ടബിൾ ആണ്. എനിക്കങ്ങനെ ഫീൽ ചെയ്തേക്കുന്നത്. പിന്നെ സിറ്റിയിലൊക്കെ ഇതുകൊണ്ട് പോകുമ്പോഴത്തെ എക്സ്പീരിയൻസ് വളരെ ഈസിയാണ്. നമുക്ക് എൻ്റെ ഏജിലുള്ളവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റും. കാരണം ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് എന്നെ പോലുള്ള ഏജ് ഉള്ളവർക്ക് ഇത് എനിക്ക് തോന്നുന്നത് എനിക്ക് അവരോട് പറയാനുള്ള ഈ സൈസാണ്. എൻ്റെ ഏജിലുള്ളവർക്ക്
ചെറുപ്പക്കാരെ പറ്റി എനിക്കറിയില്ല. എൻ്റെ ഏജിലുള്ളവർക്ക് വളരെ, ഞങ്ങൾ ഭാര്യയും പോകാറുണ്ട്, ഞങ്ങൾ വളരെ സേഫ് ആയിട്ടാണ് പോകുന്നത്. ചെറുപ്പക്കാരുടെയും എക്സ്പീരിയൻസ് നമ്മളിപ്പോൾ കേട്ടതേ ഉള്ളൂ. അത് അവരുടെ തീരുമാനങ്ങളാണ്. എൻ്റെ ഏജിലുള്ളവർക്ക് ഞാൻ പറയാം, എനിക്ക് പറയാനുള്ളത് ഇത് വളരെ വളരെ നല്ലൊരു വാഹനമായിട്ട്, വളരെ പ്രാക്ടിക്കൽ ആണ് പറയുന്നത്. എനിക്ക് വളരെ നന്നായിട്ടാണ് തോന്നുന്നത്. ഓക്കെ, ധാരാളം ഫീച്ചേഴ്സുകൾ ഇതിൽ വന്നിട്ടുണ്ടല്ലോ. അപ്പം എന്തൊക്കെ ഞങ്ങൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള പുതിയ ആഡംബര ഫീച്ചേഴ്സ്? ഇപ്പം പാഡിൽ ഷിഫ്റ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് അത് യൂസ് ചെയ്തിരിക്കാൻ വഴിയില്ല. അപ്പോൾ അതുപോലെ പുതിയതായിട്ട് വന്ന എന്തൊക്കെ അങ്കിളിന് ഒരു യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? ഇത് ഞാൻ ഓട്ടോമാറ്റിക് ആദ്യമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഉണ്ടല്ലോ, കയറ്റം കയറുന്ന ഒരു സാഹചര്യം എനിക്ക് വന്നില്ല. എനിക്ക് വന്നിട്ടില്ല. പലരും പറയും എനിക്ക് വന്നിട്ടില്ല. ഓക്കെ, അപ്പം താങ്ക് യു. നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് പറഞ്ഞു. നമ്മൾ ഇനി അകത്ത് കയറി ബാക്കിയെല്ലാം ഒന്ന് സംസാരിക്കട്ടെ. ഓക്കെ, നമ്മൾ എക്സ്റ്ററിന്റെ ഇന്റീരിയറിൽ വന്നിരിക്കുന്നു. ഫീച്ചേഴ്സിന്റെ കൊട്ടാരം എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഈ ഒരു 10 lakhs ബഡ്ജറ്റിൽ നോക്കുന്നവർക്ക്, 10 lakhs അല്ല, ഓൺ റോഡ് 11.7 ആയി, 12 lakhs ബഡ്ജറ്റിൽ നോക്കുന്നവർക്ക് ഈ ബേസ് മോഡലിലൊന്നും ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ടാവില്ല. ഈ പറഞ്ഞ കുറച്ച് 6 എയർ ബാഗ്സും അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഇതിൽ വന്നിരിക്കുന്ന ഫീച്ചേഴ്സ് ഓരോന്നോരോന്ന് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ തീരില്ല. എങ്കിലും പെട്ടെന്ന് കുറച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയുണ്ട്? അതെ, ഫസ്റ്റ് നമുക്കറിയാം ഒരു മനോഹരമായ സൺറൂഫ് ഉണ്ട്. അതെ, പിന്നെ ഇത് കൂടാതെ ഓഫ് കോഴ്സ് ഇറ്റ് ഹാസ് ക്രൂയിസ് കൺട്രോൾ ഉണ്ട്, ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്, ദെൻ വയർലെസ് ചാർജിങ് പാഡ്, ഇറ്റ്സ് ഓൾസോ എ നൈസ് തിങ്. പിന്നെന്താണ് പറയാൻ പറ്റുക? പിന്നെ ഒരു 8-inch infotainment, nice system and nice music system. Okay. Also അതുപോലെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം വന്നിട്ടുണ്ട്. Everything is there. റിവേഴ്സ് ക്യാമറ വന്നിട്ടുണ്ട്. Reverse camera is there. പറഞ്ഞോളൂ. എനിക്ക് പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡാഷ് ക്യാമറ ഒരു വാഹനങ്ങളും ഈ ഒരു ബഡ്ജറ്റിലൊന്നല്ല, ഇതിനെക്കാട്ടി ഒരു 10 lakhs എബോവ് നോക്കിയാലും 10 അല്ല 20 നോക്കിയാലും ഒരു വാഹനത്തിന് സ്പെഷ്യൽ ഫീച്ചർ ഡാഷ് ക്യാം അത് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്സ് ഉണ്ട്, USB, of course it is there വന്നിട്ടുണ്ട്. പിന്നെ 12 volt ചാർജർ വന്നിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസുകൾ ആവശ്യത്തിനുള്ള ഒരു അത്യാവശ്യം ബോട്ടിലൊക്കെ ഇവിടെ ഇരിക്കും. അതെ. ഇവിടെ ഫ്രണ്ടിൽ ഫോൺ വെക്കാനുള്ള സ്പേസും പിന്നീട് നമ്മുടെ ഗ്ലോ ബോക്സും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. തികച്ചും ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ഫീച്ചർ റിച്ച് വാഹനമാണ് Hyundai Exter എന്ന് പറയാനായിട്ട് സാധിക്കും. അതുപോലെ ലാംഗ്വേജ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും, ഇത് മലയാളമാണ്. നിങ്ങളുടെ സുരക്ഷയ്ക്ക് ചുറ്റുപാടും പരിശോധിക്കുക. Of course, a lot of languages, okay, including our language. മലയാളം ഉണ്ട് തീർച്ചയായിട്ടും. അതുപോലെ ഇതില് ടയർ പ്രഷർ സെൻസിങ് സിസ്റ്റം ഉണ്ട്. Of course, that is also, അതും ഇതില് ഉണ്ട്. So അതൊരു നല്ല ഫീച്ചറാണ്. I think it's a good feature in this budget. Okay. ക്യാമറയുടെ ക്വാളിറ്റി നോക്കിയാലും നല്ല. Yeah, of course, camera has nice quality. Then rear sensing wipers, rear wipers ഉണ്ട്. ഡിഫോഗേഴ്സ് വന്നിട്ടുണ്ട്. Yes, defoggers. ഞാൻ റീസെന്റ് മാരുതി സുസുക്കിയുടെ ഇൻവിക്ടോടെ യൂസർ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 34 lakhs വരുന്ന ഒരു വണ്ടിയാണത്. അതിന് റിയർ ഡിഫോഗേഴ്സും വൈപ്പേഴ്സും ഇല്ല. ഡിഫോഗേഴ്സ് ഇല്ല, റിയർ സെൻസേഴ്സ് ഇല്ല. So this has a front ഉണ്ട്, rear ഉണ്ട്, then of course wiper is there. റിയർ സെൻസേഴ്സ് ഉണ്ടല്ലോ. അതെ, അതൊന്നും അതിലില്ല. അതൊക്കെ കണ്ടുപിടിക്കുക. കാരണം നമുക്ക് ഹ്യുണ്ടായി മനസ്സിലാക്കി തരുന്നത് ഈ ഒരു ബഡ്ജറ്റിലും ഇത്രയും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അതെ. ഇനി ഇതിനൊരു ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റ് ആണുള്ളത്. ഓട്ടോമാറ്റിക് ആണ്. ഡേ ടൈം റണ്ണിംഗ് ലാമ്പ് ഈസ് ദേർ, ബട്ട് ദ ഹെഡ്ലൈറ്റ് ഐ തിങ്ക് ഇറ്റ്സ് ഓട്ടോമാറ്റിക്. അതുമുണ്ട്. ധാരാളം ഫീച്ചേഴ്സ് ആണ് വന്നിരിക്കുന്നത്, ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ഉണ്ട്. ഓട്ടോമാറ്റിക് റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് ഇല്ല, അതൊന്നുമില്ല, കുഴപ്പമില്ല. പിന്നെ മൊബൈൽ ആപ്പ് യൂസ് ചെയ്തിട്ടുണ്ടോ? ബ്ലൂ ലിങ്ക് ഫീച്ചേഴ്സ് എന്തെങ്കിലും? ഞാൻ അത്രത്തോളം അത് യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ നൈസ് ആണെന്ന് തോന്നുന്നു. നമ്മുടെ വോയിസ് കമാൻഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടോ? വോയിസ് കമാൻഡ്സ് യൂസ് ചെയ്യാം. ഓപ്പൺ ദ സൺറൂഫ്. Opening the sunroof. നല്ല ക്വിക്ക് റെസ്പോൺസ് ആണല്ലോ. ഓക്കെ. Yes. Close the sunroof. Closing the sunroof. അടഞ്ഞു കിടക്കട്ടെ പറഞ്ഞു. അതെ. വോയിസ് കമാൻഡ്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അതെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ ഒട്ടും ഒരു വണ്ടിക്കും തോൽപ്പിക്കാൻ പറ്റില്ല ഈ ഒരു എക്സ്റ്ററിനെ. ഈ ഒരു ബഡ്ജറ്റിൽ, ഈ ഒരു റേഞ്ചിൽ നോക്കുമ്പോൾ ഒരിക്കലും പറ്റില്ല. ഈ ഒരു റേഞ്ചിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആസ് ഓഫ് നൗ ടാറ്റ പഞ്ച്, ദെൻ റെനോൾട്ട് കൈഗർ, വേറെ നിസാൻ മാഗ്നൈറ്റ് ഓഫ് കോഴ്സ് സെയിം ആണോ? അങ്ങനെയാണ് അവരൊക്കെ ഉള്ളൂ. അവരൊന്നും എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ദിസ് ഇസ് ബേസിക്കലി 4-cylinder എഞ്ചിൻ എന്നുള്ളതാണ്. ടാറ്റ പഞ്ചൊക്കെ 3 cylinder ആണ്. കുറച്ചുകൂടെ റിഫൈൻമെന്റ് ഒക്കെ കുറച്ച് കുറവായിരിക്കും, കുറച്ചുകൂടെ നോയ്സി ആയിരിക്കും. ഫീച്ചേഴ്സുമായിട്ട് കമ്പാരിസണേ ഇല്ല. അത്രത്തോളം ക്ലാസി ബേസിക് ആണ് പഞ്ചൊക്കെ ശരിക്കും.
So this is look wise, externally and internally. Okay. Both wise. It's a very, very special, I think. Best package. At least for the time being, I can say. അതെ. തീർച്ചയായിട്ടും അതൊരു സ്പെഷ്യലാണ്. നമ്മൾ വെളിയിൽ നിന്ന് നോക്കുമ്പോഴും ഒരു യുണീക്കാണ്, അകത്തുനിന്നും വളരെ ഫീച്ചർ റിച്ച് ആണ്, വളരെ പ്രാക്ടിക്കലായ ഒരു വെഹിക്കിളാണ്. സോ ഇപ്പം എൻ്റെ ഫാദർ പറഞ്ഞ പോലെ ഫോർ ഡ്രൈവിംഗ് എൻതൂസിയാസ്റ്റ്, അത് ഇന്ന് നമ്മൾ മോസ്റ്റ് യങ് പീപ്പിൾ നമ്മളെല്ലാവരും ഉൾപ്പെടുന്ന എല്ലാവരും വളരെ ഡ്രൈവിംഗ് എൻതൂസിയാസ്റ്റ് ആണ്. അങ്ങനെയുള്ളവരെ ഈ വണ്ടി എത്രത്തോളം സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല, 100% സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് എനിക്കൊരിക്കലും പറയാൻ സാധിക്കില്ല. അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഫോക്സ് വാഗൻ സ്കോഡ പോലെയുള്ള വണ്ടികൾ തന്നെയാണ് ചൂസ് ചെയ്യേണ്ടത്, അറ്റ്ലീസ്റ്റ്. പക്ഷേ ഇറ്റ്സ് എ വെരി പ്രാക്ടിക്കൽ വെഹിക്കിൾ എന്നുള്ളതാണ്. ഹൈവേസിൽ നന്നായിട്ട് നല്ല രീതിയിൽ ഒരു 90, 100, 120 വളരെ സ്മൂത്തായിട്ട് പോകാൻ സാധിക്കുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. കാരണം ഒരു 80s, 90s ഞങ്ങൾ ആക്സിലറേറ്റ് ചെയ്യുന്ന സമയത്ത് വണ്ടി വളരെ സ്റ്റേബിളാണ്. അതാണ് അദ്ദേഹം പറയുന്നത്, സ്റ്റിയറിംഗ് വളരെ റിജിഡ് ആണ് എന്ന് പറയുന്നത്, വണ്ടി വളരെ സ്റ്റേബിളാണ് എന്നുള്ളതാണ്. പിന്നെ എനിക്ക് അനുഭവപ്പെട്ടൊരു കാര്യം, അല്ലെങ്കിൽ റിയറിലിരിക്കുന്നവർക്ക് അനുഭവപ്പെട്ടൊരു കാര്യം, നമ്മൾ ടേൺ ചെയ്യുന്ന സമയത്ത് മേ ബി 70+ നമ്മൾ ടേൺ ചെയ്യുന്ന സമയത്തൊക്കെ ആ ഒരു ബോഡി റോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വൈ? ബിക്കോസ് ദിസ് വെഹിക്കിൾ ഹാസ് എ വെരി ഗുഡ് ഗ്രൗണ്ട് ക്ലിയറൻസ് ആൻഡ് ഓൾസോ ഹാസ് എ ഗുഡ് ഹൈറ്റ്. ഓഫ് കോഴ്സ് അപ്പോൾ തീർച്ചയായിട്ടും എയർ പിടിക്കും. ഇതൊരു എയറോഡൈനാമിക് ഷേപ്പ് ഒന്നും ഞാൻ പറയുന്നില്ല ഒരിക്കലും, അതല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു എയർ ഇന്റർഫറൻസ് ഉണ്ട്, അത് എഫക്ട് ചെയ്യുന്നുണ്ട്. അതർവൈസ് ഇറ്റ്സ് വെരി വെരി പ്രാക്ടിക്കൽ തിങ്. അതെ, ഒരു എയറോഡൈനാമിക് ഡിസൈൻ മിസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ തിങ്ക് വൈ ദേ മിസ് ദാറ്റ് ഡിസൈൻ, ബിക്കോസ് ദേ നീഡ് ടു പ്രൊവൈഡ് ഇനഫ് ഹെഡ് സ്പേസ് ഈവൻ ഫോർ എ 6 footer or a 6 feet 2 inch, like you can see 180 centimeter. അതെ, ബാക്കി എന്തുമാത്രം സ്പേസ് അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും എത്രത്തോളം ഉണ്ട്. ബാക്കിൽ കുറച്ചും കൂടെ കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുറച്ചും കൂടെ സീറ്റ് ഡൗൺവേർഡ്സ് ആണ്. ഇതിന്റെ സീറ്റ് കുറച്ച് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടല്ലോ. ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, യെസ്. പിന്നെ ഇത് ടിൽറ്റ് അഡ്ജസ്റ്റ്മെന്റ് ആണ്, ടെലിസ്കോപ്പിക് ഇല്ല. അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല, ബിക്കോസ് സീറ്റിനെല്ലാം വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ അഡ്ജസ്റ്റ്മെന്റ്സ് സീറ്റിനുണ്ട്. സോ ടെലിസ്കോപ്പ് ഈസ് നോട്ട് നീഡഡ് എന്നുള്ളതാണ്. ഹാപ്പിയാണ്. ഓക്കെ, അപ്പം വേറൊരു കാര്യം ചോദിക്കാനായിട്ടുള്ളത്, ഈ പറഞ്ഞ പ്രൈസ് ആണ്, അതായത് 11.7 lakhs 12 lakhs ബഡ്ജറ്റ് നോക്കുമ്പോൾ വലിയൊരു പ്രൈസ് അല്ലേ അത്? അതെ. ആ ഒരു പ്രൈസിൽ ഇഷ്ടംപോലെ വേറെ വാഹനങ്ങൾ അവൈലബിൾ ഉണ്ട്. അപ്പൊ അതിലോട്ടൊന്നും പോയില്ലേ? ടോപ്പ് വേരിയൻസ് മാത്രമാണോ പ്രിഫർ ചെയ്യുന്നത്? എന്താണ് അതിനെപ്പറ്റി? വേരിയന്റ് സെലക്ഷൻ ആണോ ഉദ്ദേശിച്ചത്? സോ എൻ്റെ ഒരു ലോജിക്ക് തന്നെ എപ്പോഴും ഞാൻ ഏത് വണ്ടി എടുക്കുമ്പോഴും ഞാനൊരു ഫസ്റ്റ് ഞാനത് മോഡൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഓൾവേസ് ചൂസ് ദ ടോപ്പ് വേരിയന്റ്. അത് ഞാനൊരു മാനുഫാക്ചറിങ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. എൻ്റെ ലോജിക്ക് അങ്ങനെയാണ്, ദാറ്റ് മാനുഫാക്ചറേഴ്സ് ഓൾവേസ് ട്രീറ്റ് ദീസ് ടോപ്പ് മോഡൽസ് എസ് സം സ്പെഷ്യൽ വൺസ് ഓർ സംതിങ്. കാരണം അതവരുടെ ടോപ്പ് വേരിയന്റ് ആണ്, ടോപ്പ് മോഡലാണ്, അവരുടെ എന്താണ് പറഞ്ഞത്, ഫുൾ എന്താ ബെഞ്ച് മാർക്ക് മോഡൽ എന്നൊക്കെ പറയും അല്ലേ. അപ്പം എൻ്റെ ലോജിക്ക് അങ്ങനെയാണ്, എനിക്ക് എപ്പോഴും അതാണ്. അല്ലാതെ നമ്മൾ ലീസ്റ്റ് വേരിയന്റ് വാങ്ങിച്ച് അതിൽ ആഡ് ഓൺസ് ചെയ്യുന്നതിനേക്കാൾ ജസ്റ്റ് മോസ്റ്റ് വേരിയന്റ് വാങ്ങിക്കുക എന്നുള്ളതാണ് എൻ്റെ ലോജിക്ക്. അത് എൻ്റെ മാത്രം ഒരു കാഴ്ചപ്പാടാണ്, പെർസ്പെക്റ്റീവ് ആണ്, അതെന്റെ ശരിയാണ്, അത്രേ ഉള്ളൂ. സോ അതാണ് അതിന്റെ ഒരു ഞാൻ ചൂസ് ചെയ്യാൻ കാരണം. ഇപ്പം എൻ്റെ ഹോണ്ട അമേസും ഐ ചൂസ് VX മോഡൽ, ടോപ്പ് വേരിയന്റ്. സ്റ്റിയറിംഗിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, അതുപോലെ ബ്രേക്കിംഗിന്റെ കാര്യം ചോദിച്ചില്ല. ബ്രേക്കിംഗ് എങ്ങനെയുണ്ട്? ബ്രേക്കിംഗ് ആക്ച്വലി എൻ്റെ അഭിപ്രായത്തിൽ കുറച്ചും കൂടെ അവർ ഇംപ്രൂവ് ചെയ്യണം എന്ന് തോന്നുന്നു ബ്രേക്കിംഗ്, ബിക്കോസ് ആസ് കമ്പയർഡ് ടു അമേസ് ഇസ് ഫാന്റാസ്റ്റിക് ബ്രേക്കിംഗ് ആണ്. ഇതിൽ ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രമ്മും ആണ്, ജസ്റ്റ് ലൈക്ക് അമേസ് ഓൾസോ ഐ തിങ്ക് ഇതാണ്. പക്ഷേ അമേസ് ഫാന്റാസ്റ്റിക് ബ്രേക്കിംഗ് ആണ്. സോ ഐ തിങ്ക് ദ ബ്രേക്കിംഗ് സെക്ഷൻ ഒരു സ്ലൈറ്റ് ഇംപ്രൂവ്മെന്റ് ആവാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചും കൂടെ റെസ്പോൺസീവ് ആവണം. പിന്നെ ലൈറ്റ് വിസിബിലിറ്റി ഓക്കെയാണ്, പ്രശ്നമില്ല, നോ പ്രോബ്ലംസ്. ഡ്രൈവിംഗിൽ ഓക്കെയാണ്, നോ പ്രോബ്ലംസ്, ഇറ്റ്സ് ഇനഫ്. ഓക്കെ. പിന്നെ മൊത്തത്തിലുള്ള ഒരു ബിൽഡ് ക്വാളിറ്റി അല്ലെങ്കിൽ ബോഡി ക്വാളിറ്റിയെ പറ്റി, സേഫ്റ്റിയുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ സോ നമുക്ക് എല്ലാവർക്കും അറിയാം, അതായത് ഇതിന്റെ ബേസിക് വേരിയന്റ്, അതായത് ബേസ് വേരിയന്റ് തന്നെ വരുന്നത് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ്. സോ നമ്മൾ ആക്ച്വലി സിംപ്ലി ബോണറ്റ് വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്ത സമയത്ത് അമേസും ഹുണ്ടയുമായി, so we felt it's almost equal. So Amaze itself is a 4-star adult safety rating ulla vehicle aanu. So adult rating global NCAP illa, yes, a global NCAP adult safety illa 4-star ulla oru vehicle aanu Amaze. So and I felt the bonnet weight at least is equivalent to Amaze. അങ്ങനെയാണ് എനിക്ക് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. ഓക്കെ. അല്ല, അപ്പം ബോഡി ക്വാളിറ്റി അത്യാവശ്യം തീർച്ചയായിട്ടും ക്യാപ്പ് ഒക്കെ വരുമ്പോൾ 4-star ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട് അല്ലേ? I hope, I expect
and I would like. ഓക്കെ. ഇപ്പം റീസെന്റ് വന്ന ഇന്നലെ 2 days ബിഫോർ ആണ് നമ്മുടെ വെർണയുടെ ഹെഡ് ക്യാപ്പ് റേറ്റിംഗ് വന്നത്. 5 star റേറ്റിംഗ് വെർണയ്ക്ക് കിട്ടും എന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. തീർച്ചയായിട്ടും 5 star ആണ് ഹ്യുണ്ടയുടെ ആ ഒരു വാഹനത്തിന് കിട്ടിയിരിക്കുന്നത്. ഇതിലും പിന്നെ ഇതില് ഞാൻ അപ്ലൈ ചെയ്ത ഒരു ലോജിക് സോ ഈ മൈക്രോ SUV അതായത് ബിഫോർ എക്സ്റ്റർ there was only, I think, Tata Punch was the real Punch before Exter. So Punchനെ കോമ്പീറ്റ് ചെയ്യാൻ ഒരു വെഹിക്കിൾ ഹ്യുണ്ടൈ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് it's a common logic. പഞ്ചിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇറ്റ്സ് സേഫ്റ്റി ആണ്. അതർവൈസ് ഇറ്റ്സ് എ വെരി ക്ലാസിക് വെഹിക്കിൾ. It's a very classic vehicle with a base features. Okay. I am not talking about the latest model, but the old before Exter. സോ അപ്പം നോർമലി ഒരു കമ്പനി വരുമ്പം ഈ സേഫ്റ്റി അതാണ് 5 star റേറ്റിംഗ് ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം പഞ്ചിന്. സോ അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യണം. മീൻസ് ആ റേറ്റിംഗ് തീർച്ചയായിട്ടും അറ്റ്ലീസ്റ്റ് വരണം എന്നുള്ള രീതിക്ക് അവർക്ക് 5 ഉണ്ടെങ്കിൽ 4 എങ്കിലും തീർച്ചയായിട്ടും നമുക്ക് പ്രൊവൈഡ് ചെയ്യണം എന്ന രീതിയിൽ എന്നൊരു കോൺസെപ്റ്റ് ഈ ഡിസൈനിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് എൻ്റെ ഒരു വിശ്വാസം. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു അറ്റ്ലീസ്റ്റ് എ 4 star റേറ്റിംഗ് ഫോർ ദിസ് വെഹിക്കിൾ. ബിക്കോസ് ഹുണ്ടയുടെ ഏറ്റവും വലിയ കോൺസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നെഗറ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്, സേഫ്റ്റി ഇഷ്യൂ. ബിക്കോസ് അവരുടെ പഴയ വണ്ടികളൊക്കെ ഈവൻ ക്രെട്ട പോലും 3 star ഒക്കെ ആയിരുന്നു നേരത്തെ. i10 ഒക്കെ ആണെങ്കിൽ തന്നെ 2.52 അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇറ്റ്സ് വെരി പുവർ റേറ്റിംഗ് ആണ്. പക്ഷേ അവരുടെ ലോഞ്ചിന്റെ സമയത്ത് അവരുടെ COO ആണ് തരുൺ ഗാർഗ് ആണെന്ന് തോന്നുന്നു, എൻ്റെ ഇഫ് മൈ മെമ്മറി ഈസ് കറക്റ്റ്. സോ അദ്ദേഹം പറഞ്ഞത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഹൈ സ്ട്രെങ്ത് സ്റ്റീലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ വിത്തൗട്ട് കോംപ്രമൈസിങ് ദ വെയിറ്റ്, അതായത് നമ്മൾ ബിൽഡ് ക്വാളിറ്റി കൂട്ടുമ്പോൾ സ്റ്റീലിൻ്റെ വെയിറ്റ് കൂടും, ഷീറ്റ് മെറ്റലിൻ്റെ വെയിറ്റ് കൂടുമ്പം, വണ്ടിയുടെ ബോഡി വെയിറ്റ് കൂടുമ്പം ഓഫ് കോഴ്സ് വി ഷുഡ് കോംപ്രമൈസ് ദ മൈലേജ്. സോ അതാണ്. അപ്പോൾ അതവർ തീർച്ചയായിട്ടും ഒരു മനോഹരമായ ഒരു പോയിന്റ് അവർ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഒരു ഹൈ സ്ട്രെങ്ത് സ്റ്റീലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. So I expect at least a 4 star rating for this vehicle. Okay. അതിൽ ഈ പറഞ്ഞ റിയർ സീറ്റ് പാസഞ്ചേഴ്സിന് 3 സീറ്റ് ബെൽറ്റ്സ് തീർച്ചയായിട്ടും കൊടുക്കുന്നു. അതുപോലെ എല്ലാ കാര്യങ്ങളും സേഫ്റ്റിയുടെ കാര്യത്തിൽ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് പാസീവ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എല്ലാം അവർ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആക്റ്റീവ് ആയിട്ടുള്ള ഏറ്റവും വലിയ എലമെന്റ് നമുക്കറിയാം, ഇറ്റ് ഈസ് ദ ബോഡി തിക്നെസ് ആണ്. ബോഡി എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ്. ദാറ്റ് വി നീഡ് ടു വെയിറ്റ്, ഐ തിങ്ക്, ഫോർ ദ എൻഡ് ക്യാപ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. പിന്നീട് ഇന്റീരിയറിലെ ബിൽഡ് ക്വാളിറ്റി മീൻസ് ഇപ്പോൾ ഓരോ എലമെന്റ്സിന്റെയും ഒരു ക്വാളിറ്റി എങ്ങനെ ഫീൽ ചെയ്തു? ബെറ്റർ ക്വാളിറ്റി ആണ്. ജസ്റ്റ് ഇന്റീരിയർ ബിൽഡ് ക്വാളിറ്റി പറയുകയാണെങ്കിൽ നത്തിങ് മോർ ആൻഡ് നത്തിങ് ലെസ്, ഇറ്റ്സ് സ്റ്റാൻഡേർഡ് എന്ന് പറയാൻ പറ്റും. ഫോളോയിങ് i10 ലൈക്ക് ദാറ്റ് ബിൽഡ് ക്വാളിറ്റി. അത് i10ന്റെ ഡാഷ് പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് പലപ്പോഴും. അത് തന്നെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത് ഇന്റേണലി, ഫോളോ ചെയ്തിരിക്കുന്നത്. അത് കൂടുതൽ ലക്ഷറി എന്നൊന്നും പറയാൻ പറ്റില്ല. ജസ്റ്റ് ദേ ഫോളോഡ് ദ സെയിം. ഓക്കെ. ഇനി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, നെഗറ്റീവ്സ് എന്തൊക്കെയാണ്? ഈ ഒരു ബഡ്ജറ്റിൽ വാഹനം തരുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടാവണമല്ലോ. അപ്പം അതൊക്കെയാണ് ആളുകൾക്ക് അറിയാൻ താല്പര്യം. ഇത്രയും ഫീച്ചേഴ്സൊക്കെ കൊടുക്കുമ്പം ഏതിലാണ് അവർ കോംപ്രമൈസ് ചെയ്തിട്ടുള്ളതെന്നാണ്. അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ബാക്കി പോരായ്മകൾ എന്തൊക്കെ തോന്നിയിട്ടുണ്ട് ഇതിൽ? ഫീൽ ചെയ്തിട്ടുള്ളത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, അവർക്ക് ഇപ്പോൾ അവർ AMT മാത്രമാണ് ഇതിൽ തന്നിരിക്കുന്ന ഒരു ഓട്ടോമാറ്റിക് ഡ്രൈവ് എന്ന് പറയുന്നത്. അവർക്ക് അറ്റ്ലീസ്റ്റ് IMT എങ്കിലും ഒന്ന് തന്നിരുന്നെങ്കിൽ, മീൻസ് ആ ഒരു ഫസ്റ്റ് ജനറേഷൻ ഓട്ടോമാറ്റിക് ടെക്നോളജിയാണ് അവർ ഇതിൽ തന്നിരിക്കുന്നത്. അവർക്ക് ദേ ഹാവ് ഓൾ ദ ടെക്നോളജീസ്, എല്ലാം അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ച് ഒരു വേരിയന്റും കൂടെ അറ്റ്ലീസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാമായിരുന്നു, ലൈക്ക് എ ടോർക്ക് കൺവേർട്ടർ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. പക്ഷേ അവരത് ചെയ്തിട്ടില്ല. ബൈ കോംപ്രമൈസ്, ഐ ഡോണ്ട് നോ എങ്ങനെ അവർക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്നറിയില്ല. പക്ഷെ അതാണ് ഒന്ന്. പിന്നെ പറയുകയാണെങ്കിൽ എനിക്ക് പറയാനായിട്ട് ഡ്രൈവർ വിസിബിലിറ്റി. അതായത് വിസിബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ വണ്ടിയുടെ ഒരു ഫ്രണ്ട് അസസ് ചെയ്യാനുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം അതെ കുറച്ച് നമുക്കൊരു ഗസ് ചെയ്യാൻ, നമുക്ക് ഗസ്സിങ് ഓഫ് കോഴ്സ് ഈസ് കാൽക്കുലേഷൻ ഈസ് ദെയർ. പക്ഷേ അത് നമ്മൾ എൻഡ് കാണുന്നുണ്ടോ, ആ വണ്ടിയുടെ ആ ഒരു ഫ്രണ്ട് എൻഡിൽ ആ ഡ്രൈവറിന് വിസിബിൾ ആയിരിക്കണം, എസ്പെഷ്യലി വെൻ ഹീസ് മേക്കിംഗ് എ ടേൺ ഓർ സംതിങ്. അതിന് കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് എല്ലാവരും. അതൊരു മീൻസ് മേ ബി ഈ ഗ്ലാസ് എൻ്റെ ഒരു ആംഗിളിങ്ങിലാണ് അതിരിക്കുന്നത്, അതെ, ഫ്രണ്ട് ഗ്ലാസിൻ്റെ. അപ്പം അതും ഒന്ന് ഉണ്ട്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, അതായത് അവർ അതുകൊണ്ട് ഇപ്പോൾ ഈ പോയിന്റിലൂടെ അവർക്ക് എത്രത്തോളം ഇക്കണോമിക് പ്രോഫിറ്റ് ഉണ്ടായെന്ന് എനിക്കറിയില്ല. അതായത് ഇവർ ഈ ഫ്രണ്ട് സീറ്റ്സിൽ അഡ്ജസ്റ്റബിൾ ഇത് കൊടുത്തിട്ടില്ല, ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഡിസ്റ്റർബിംഗ് പോയിന്റ് ആണ്. ഡിസ്റ്റർബിംഗ് പോയിന്റ്, അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് എന്തുകൊണ്ട് കൊടുത്തില്ല? ഇറ്റ്സ് എ വെരി സിമ്പിൾ തിങ്. റിയറിലുണ്ട്,
റിയറിലുണ്ട്, പക്ഷേ എന്തുകൊണ്ട് ഫ്രണ്ടിലാണ് അത് ഇമ്പോർട്ടൻ്റ്ലി വേണ്ടത്. ബിക്കോസ് ദ ഡ്രൈവർ ഷുഡ് ബി ദ മോസ്റ്റ് കംഫർട്ടബിൾ പേഴ്സൺ ഇൻ ദ വെഹിക്കിൾ. ഓക്കെ, പക്ഷെ അത് അവർ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നെഗറ്റീവ് തന്നെയാണത്. ഇറ്റ് ക്യാൻ ബി സിംപ്ലി പ്രൊവൈഡഡ് എന്നുള്ളതാണ്. ഇപ്പൊ പല വാഹനങ്ങളിലും കൊടുക്കാത്ത കുറെ, ഇപ്പം സിട്രോൻ ഇതിന്റെ ഒരു കോമ്പറ്റേറ്റർ ആയിട്ട് പറയാവുന്ന വണ്ടിയാണ് സിട്രോൺ C3. അതെ അതെ, അതിലും ഇതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഞാനത് കമ്പനിയോട് മെയിൽ ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ ലോജിക് ബിഹൈൻഡ് ദാറ്റ്? കാരണം നിങ്ങൾ ഇത്രയും നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു, ഒരു അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന നഷ്ടം, അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യണം അതിന് കൂടുതൽ, എനിക്ക് മനസ്സിലാവുന്നില്ല. ഇറ്റ്സ് എ വെരി സിമ്പിൾ തിങ്. അത് കൊടുത്തിരുന്നെങ്കിൽ വളരെ മനോഹരമാണ്, പിന്നെ ഒന്നുമില്ല. പക്ഷെ ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല, ഓടിക്കാൻ പ്രശ്നമൊന്നുമില്ല, കറക്റ്റാണ്. എങ്കിലും അതുണ്ടായിരുന്നെങ്കിൽ ഒരു ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് കിട്ടും. അപ്പൊ ഒരു ഫൈൻ കംഫർട്ടും നമുക്ക് കിട്ടും. ഇപ്പൊ ഒരു കോഴ്സ് അഡ്ജസ്റ്റ്മെന്റിലേ ഉള്ളൂ. ഓക്കെ, അതാണ് ഒരു ഇത്. പിന്നെ ബ്രേക്കിംഗ് മുമ്പേ പറഞ്ഞ ബ്രേക്കിംഗ് തീർച്ചയായിട്ടും കുറച്ചും കൂടെ റെസ്പോൺസീവ് ആവണം എന്നാണ് എൻ്റെ. മോശമെന്നല്ല, ഒരിക്കലും മോശമെന്നല്ല. ഓഫ് കോഴ്സ് ഇനഫ് ബ്രേക്കിംഗ് ഈസ് പ്രസന്റ്, ബട്ട് കുറച്ചും കൂടെ. ഞാൻ എപ്പോഴും കമ്പയർ ചെയ്യുന്നത് അമേസുമായിട്ടാണ്. ദാറ്റ്സ് ദ പ്രോബ്ലം. മേ ബി അമേസ് ഓഫ് കോഴ്സ് ഹാസ് എ ഫൈനസ്റ്റ് ഓഫ് ദ ഫൈൻ ബ്രേക്കിംഗ് സിസ്റ്റം. സോ അതുകൊണ്ട് ആസ് കമ്പയറിംഗ് ടു അമേസ് കുറച്ചും കൂടെ ഇംപ്രൂവ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും കാര്യങ്ങളാണോ? അതെ അതെ, ഇത്രയും സ്പേസിന്റെ കാര്യത്തിൽ ഒന്നും ഒരു നെഗറ്റീവ് പറയാനായിട്ട് കാണില്ല. ഇല്ല, ക്ലിയറൻസിന്റെ കാര്യത്തിൽ പറയാനില്ല. ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും നമ്മളെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാം പോയിന്റ്സും കവേർഡ് ആയെന്നാണ് എന്റെ വിശ്വാസം. നെഗറ്റീവ്സ് വേറൊന്നും പറയാനായിട്ട് കാണില്ല. നെഗറ്റീവ്സ് AC കൂളിംഗിന്റെ കാര്യം എങ്ങനെയുണ്ട്? ഞാൻ തന്നെ എക്സ്പീരിയൻസ് ചെയ്തു. ബെറ്റർ AC കൂളിംഗ് ആണ്, ഓട്ടോമാറ്റിക് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ബൂട്ട് സ്പേസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ്സ് എനഫ് ഫോർ എ ഫാമിലി ഓഫ് 4 or 5. 391 ലിറ്റേഴ്സ് ആണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഇതും സെഗ്മെന്റിൽ ബെസ്റ്റ് ആണ്. യെസ്, ഒരിക്കലും കുറവല്ല. തീർച്ചയായിട്ടും 391 ലിറ്റേഴ്സ് ഈസ് എ ഗുഡ്. അതെ, പിന്നെ നമ്മളിപ്പം ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന ഒരേ ഒരു ഫാക്ടർ, ഞാനിപ്പോൾ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ എൻക്യാപ് റേറ്റിംഗ്, ഗ്ലോബൽ എൻക്യാപ് റേറ്റിംഗ്. കാരണം എപ്പോഴും പഞ്ച് ചെയ്യുന്നത് ആ ഒരു ഫാക്ടറിലാണ്. ഒരു ഫാക്ടർ മാത്രമേ ഉള്ളൂ. മൈലേജ് ഇല്ല, നത്തിങ് ഈസ് ഡ്രൈവിംഗ്. ഇറ്റ്സ് എ 3 cylinder engine. I don't like 3 cylinder engine. ഞാനൊരു ബേസിക്കലി ഓഫ് കോഴ്സ് ഐ എം എൻ എഞ്ചിനീയർ ഓൾസോ. എൻ്റെ ആസ്പെക്ട് ഇതാണ്. സോ ഞാൻ ഈ വണ്ടിയുടെ ഒരു ചൂസ് ചെയ്യാനുള്ള ഒരു നമ്പർ 1 പോയിന്റ് എന്ന് തന്നെ പറയാം. ഈ ഒരു ബഡ്ജറ്റിൽ ഫോർ എ മൈക്രോ SUV 4-cylinder engine is only available with Hyundai Exter, I think. Of course, Amaze is coming with 4-cylinder, but this is a sedan. It's a നമ്മളെന്താ പറയുക, ഒരു കോമ്പാക്ട് സെഡാൻ എന്നാണ് പറയുന്നത്. സോ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇറ്റ്സ് എ 4-cylinder 1.2 liter 4-cylinder നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ, കപ്പ സീരീസ്. സോ കപ്പ സീരീസ് കഴിഞ്ഞൊരു 10 വർഷമായിട്ട് ഹുണ്ടൈ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ ഒരു കോൺഫിഗറേഷനാണ്. വിത്ത് മോഡിഫിക്കേഷൻസ് ഓഫ് കോഴ്സ് വിൽ ബി ദെയർ. പക്ഷേ അവരത് വിട്ടിട്ടില്ല. ആ ഒരു സീരീസ് ഇറ്റ്സ് വെരി വെരി ഗുഡ് ഫോർ ദ ഇന്ത്യൻ കണ്ടീഷൻ. Practically that power 83 bhp അതുപോലെ 113 newton meter, it is actually enough for a 4 or 5 people with luggage. That is enough. But of course these now we are getting vehicles with a 3-cylinder engine which produces, the turbo engines produces like 175 newton meter of torque, 125 or 30 bhp power. എൻ്റെ ഒരു അവിടെ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഞാൻ ചിന്തിക്കുന്നത്, ഈ ടർബോ ടെക്നോളജി എക്സ്ട്രാക്ട്സ് ദ മാക്സിമം ഓഫ് ദ എഞ്ചിൻ ആൻഡ് ഇറ്റ് അഫക്ട്സ് ദ ലൈഫ് ഓഫ് ദ എഞ്ചിൻ. ഓഫ് കോഴ്സ് അതാണ് എൻ്റെ ഒരു ചിന്ത. അത് ഞാൻ പറയുന്നില്ല ശരിയോ തെറ്റോ, അത് എൻ്റെ ആസ്പെക്ട് മാത്രമാണ്. സോ നോർമൽ എഞ്ചിൻസ്, അതായത് ഈ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻസ് ഓഫ് കോഴ്സ് വിൽ ഹാവ് മോർ ലൈഫ് ആസ് കമ്പയർഡ് ടു ദിസ് ടർബോ എഞ്ചിൻസ്. ബട്ട് ദാറ്റ് വി നീഡ് ടു സീ, that we need to compare. ഡ്യൂറബിൾ ആയിരിക്കും. Durable, it will be more durable. I think it can work efficiently for more time as compared to turbo engines എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ബട്ട് നമുക്കത് അറിയേണ്ട കാര്യമാണ്. ഇറ്റ് ഈസ് ഇൻ ദ ഫ്യൂച്ചർ. അപ്പോൾ നമുക്ക് നോക്കാം എന്നുള്ളതാണ്. സോ ഫോർ പ്രാക്ടിക്കൽ, അതായത് ക്ലാസിക്കായി നമുക്കൊരു വണ്ടി ഉപയോഗിക്കാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിത് ചൂസ് ചെയ്യാം. ആൻഡ് ഫോർ ദ ഡ്രൈവിംഗ് enthusiast, please select Virtus or Volkswagen or Skodas. So okay, that can give you the ultimate enthusiasm. ഞാനും അത് ഇഷ്ടപ്പെടുന്നു. പക്ഷെ ഞാനിപ്പോൾ ഈ ബഡ്ജറ്റിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം തീർച്ചയായിട്ടും ഈ വണ്ടി അല്ലെങ്കിൽ ഞാൻ ജമ്പ് ചെയ്യുന്നത് ആ വണ്ടിയിലേക്ക് ആയിരിക്കും, വിർച്യൂസിലേക്കായിരിക്കും. ഇത് 12 lakhs അടുപ്പിച്ചായി
അതിന്റെ 2 ആണ്. അതിന്റെ 2 ആണ് ടോപ്പ് വേരിയന്റ്. ടോപ്പ് വേരിയന്റിൽ മാത്രം നോക്കുന്ന അതാണ് തീർച്ചയായിട്ടും എൻ്റെ ഞാനൊരു എക്സ്ട്രീം ആയിരിക്കാം. അതാണ് ഞാൻ ഇതിൽ ഒന്നില്ലെങ്കിൽ ഇത് വേണമെങ്കിൽ ഒരു 2 lakhs 3 lakhs കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ബേസ് വേരിയന്റുകളൊക്കെ ബട്ട് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. ഓക്കെ, ബിക്കോസ് ദിസ് നമുക്കൊരു 23 അല്ലെങ്കിൽ ഓൾമോസ്റ്റ് 24 കൊടുക്കുമ്പം എനിക്ക് കിട്ടുന്നത് 1.5 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനാണ് വിർട്ടൂസിൽ കിട്ടുന്നത്. അതിലൊറ്റ ടോപ്പ് വേരിയന്റിൽ മാത്രമേ വരുന്നുള്ളൂ. അതർവൈസ് 1 ലിറ്റർ 1 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിനാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. എനിക്ക് ആ വേണ്ട കോൺഫിഗറേഷൻ 1.5 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിൻ ഓഫ് കോഴ്സ് വിൽ ബി അറൌണ്ട് 23 or something like that. DCT gearbox. Yeah, of course. No questions. No questions. I'm a fan of Volkswagen. ഞാൻ ഒരു 2 മാസം മേ ബി ഒരു 3 മാസം മുമ്പ് ഞാൻ ജർമ്മനിയിലായിരുന്നു 3 മാസത്തോളം. സോ അപ്പോൾ കമ്പനി എനിക്ക് പ്രൊവൈഡ് ചെയ്തത് ആക്ച്വലി ഒരു Volkswagen Polo GT ആയിരുന്നു. It's a fantastic vehicle, fantastic stability. എനിക്കറിയില്ല ജർമ്മൻ വെർഷനും ഇന്ത്യൻ വെർഷനും എനിക്കറിയില്ല. ജർമ്മൻ റോഡ്സിൽ ജർമ്മൻ ചില ഹൈവേസ് ഉണ്ട്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. They have no speed limits. No speed limits. No, you can yes no speed limits. അവിടെ ഞാൻ പല വണ്ടികളും കണ്ടിട്ടുണ്ട്. ആസ്റ്റൺ മാർട്ടിൻ പോലെ BMW പറന്നു പോകുന്ന വണ്ടികൾ കണ്ടിട്ടുണ്ട്. സോ ഞാൻ അവിടെ ആ പോളോ 175 അത്രത്തോളം ആക്സലറേറ്റ് ചെയ്ത് നോക്കി. ബട്ട് ഇറ്റ് ഫീൽസ് ലൈക്ക് 75. When you move at 175 km/h, the vehicle is that much stable, so we feels like 70. We are moving at 75. As if we are moving at 75. അത്രത്തോളം സ്റ്റേബിൾ ആണ് ആ വണ്ടി. സോ ഐ എം ഓൾവേസ് എ ഫാൻ ഓഫ് Volkswagen. പക്ഷേ ഫോർ ദ ടൈം ബീങ് ആൻഡ് പ്രാക്ടിക്കാലിറ്റി, കാരണം ഞാൻ ഈ വണ്ടി ഞാനല്ല, കൂടുതലും എൻ്റെ ഫാദർ ആയിരിക്കും ഉപയോഗിക്കാൻ പോകുന്നത്. വളരെ ഒക്കേഷണലി ആയിരിക്കാം ഞാൻ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ബ്രദർ ഉപയോഗിക്കുന്നത്. സോ അതുകൊണ്ട് ദിസ് കോൺഫിഗറേഷൻ ഈസ് ഇനഫ് ഫോർ us, I think. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വാഹനത്തെ പറ്റിയുള്ള എല്ലാ സംശയങ്ങളും തീർന്നു എന്ന് വിശ്വസിക്കുന്നു. കാരണം 2 മാസം 2000 കിലോമീറ്റേഴ്സ് വലിയൊരു എക്സ്പീരിയൻസ് അല്ല എങ്കിലും ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടിയതിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച് ജാസ് ബ്രോ, നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നതിന്. കാരണം പുതിയൊരാൾ എക്സ്റ്റർ നോക്കുന്ന ധാരാളം ആളുകൾ കാണും. ഇപ്പോൾ വെയിറ്റിംഗ് പീരീഡ് തന്നെ 7-8 months ഒക്കെ ആയിട്ടുണ്ട്, 6 months ഒക്കെ പറയുന്നുണ്ട്. അപ്പം അത്രയും കാലം അതുപോലത്തെ ആളുകൾ വെയിറ്റിംഗ് ആയിരിക്കും ഇതിൻ്റെ കാര്യങ്ങൾ അറിയാനായിട്ട്. വീഡിയോ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയി കാണും. ഓക്കെ, അതെ. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്, വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് യൂസർ എക്സ്പീരിയൻസ് വീഡിയോസും അല്ലാത്ത കാർ റിവ്യൂസ്, ബൈക്ക് റിവ്യൂസ് ഒക്കെ ആയിട്ട് നമ്മുടെ ചാനൽ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.